വേറെ പ്രിപ്പറേഷനൊക്കെ ആയാലും ലീഗൽ റിസർച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യാം, എവിടെ ചെയ്യാം എന്ന് നമുക്ക് വിശദമായി ക്ലാസ് എടുക്കാൻ എന്നിവിടെ വന്നിരിക്കുന്നത് റാനിയൽ നിയാത മാം ആണ്. മാം ഫോർമർ GLCKയിലെ ഗസ്റ്റ് ലെക്ചറർ ആയിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂർ ലോ യൂണിവേഴ്സിറ്റിയിലെ ലോ സ്കൂളിലെ PhD സ്കോളർ ആണ്. അപ്പൊ മാമിനെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ വെൽക്കം ചെയ്യാണ്. നമുക്ക് ഈ ക്ലാസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ അസൈൻമെന്റ്സ് ഒക്കെ എഴുതുന്നത് നമ്മൾ ആർട്ടിക്കിൾ ഫോർമാറ്റിലാണ്. അപ്പോൾ ഒരു ആർട്ടിക്കിൾ എഴുതുമ്പോൾ എങ്ങനെയൊക്കെ റിസർച്ച് ചെയ്യണം, അതിൽ സൈറ്റേഷൻ ഫുട് നോട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അത് എവിടെ നിന്നാണ് ലീഗൽ സോഴ്സ്, പെർഫെക്റ്റ് സോഴ്സ് എവിടെ നിന്ന് കിട്ടും, അതൊക്കെയും വളരെ കൃത്യമായിട്ട് മാം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അതേപോലെ തന്നെ മൂട്ടിന് പ്രിപ്പയർ ചെയ്യുമ്പോഴായാലും ശരിക്കും ഒരു റിസർച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം, എവിടെ നിന്ന് നല്ല സോഴ്സ് എടുക്കാം എന്നൊക്കെ മാമിന്റെ ഒരു ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ആവുന്നതാണ്. അതേപോലെ തന്നെ ഈ ക്ലാസ്സിൽ ലാസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എനിക്കറിയാം ഫസ്റ്റ് ഇയേഴ്സ് കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, അവർക്കിപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് കൂടിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ റിസർച്ചിനെ കുറിച്ചും മൂട്ടിനെ കുറിച്ചും അതിൻ്റെയൊക്കെ റിസർച്ചിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്ററാക്റ്റീവ് സെഷനിൽ മാമായിട്ട് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ സെഷന്റെ ലാസ്റ്റ് നമ്മൾ 3 ഇയർ യൂണിറ്ററി LLBയിലെ ഫസ്റ്റ് സെം പേപ്പറായ ക്രൈമിനെയും അതേപോലെ തന്നെ 5 ഇയർ ഇന്റഗ്രേറ്റഡ് LLBയിലെ തേർഡ് സെമ്മിലെ പേപ്പറാണ് ക്രൈം. അപ്പൊ ആ ക്രൈമിന്റെ ഒരു സ്റ്റഡി സർക്കിൾ ഉണ്ടാക്കിയ ഒരു റെഫറൻസ് മെറ്റീരിയൽ, ഒരു സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ റിവീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി മാമിനെയും അതേപോലെ തന്നെ വെബിനാറിന് വേണ്ടി എല്ലാ സ്റ്റുഡൻസിനെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. താങ്ക് യു രഞ്ജിത. സ്റ്റാർട്ട് ചെയ്യാവോ അല്ലേ? വെയിറ്റ് ചെയ്യുന്നില്ലല്ലോ നമ്മള്. സ്റ്റാർട്ട് ചെയ്യാം മാം. ഓക്കെ. ബുക്കിന്റെ ബുക്ക് നമ്മൾ ഇപ്പോഴാണ് പ്രകാശനം ചെയ്യുന്നത് അതോ ലാസ്റ്റ് ആണോ? ബുക്ക് ഇപ്പൊ ചെയ്യാം. ഓക്കെ. എന്നാ നിങ്ങളുടെ അടുത്ത് പ്രോസസ്സ് ഇല്ലെങ്കിൽ ഞാനത് എങ്ങനെയാ ചെയ്യുന്നത്? നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് വല്ലതും ഉണ്ടോ? ഇല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടു ദ ടീം. കഴിഞ്ഞ ദിവസം ആണ് ബുക്ക് കിട്ടിയത്. ഞാൻ ആക്ച്വലി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറയാൻ വിട്ട ഒരു കാര്യം, ഞാൻ കോഴിക്കോട് ലോ കോളേജ് അലുമിനിയാണ്. എൻ്റെ LLB ഞാൻ കോഴിക്കോട് ലോ കോളേജിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞത് ഈ അവൈലബിലിറ്റി, നമ്മുടെ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി ഇല്ലായ്മയായിരുന്നു. അപ്പം നമ്മളിപ്പം പലപ്പോഴും നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ബുക്സ് ആയിരിക്കും. ചില സമയത്താണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ മെറ്റീരിയൽ മേ ബി ഒരു റിവിഷൻ പോലും നടക്കാത്ത മെറ്റീരിയലിലൊക്കെ ആയിരിക്കും നമ്മൾ റിലൈ ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ള സമയത്ത് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്ത എല്ലാവർക്കും ഞാൻ എൻ്റെ ബിഗ് കൺഗ്രാറ്റുലേഷൻസ്. ലോ ഓഫ് ക്രൈംസിൻ്റെ ബുക്കാണ്, ലോ ഓഫ് ക്രൈംസ് 1ൻ്റെ ബുക്കാണ് ഇവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഗിവ് മി എ സെക്കൻഡ്, അതൊന്ന് ഞാൻ ഷെയർ ചെയ്യാം സോ ദാറ്റ് ഇറ്റ് വിൽ ബി അവൈലബിൾ ടു എവ്രിബഡി. ഐ മീൻ അവർ പിന്നീട് ഷെയർ ചെയ്യുന്നു തോന്നുന്നു. ബട്ട് എനിവേസ് ഞാനൊന്ന് okay. I'm not sure what's happening. Okay. 1 second. ഇതാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള മറ്റീരിയൽ. ഇറ്റ് സീംസ് വെരി പ്രോമിസിങ് ഇൻ ദ സെൻസ് ദാറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കണ്ടന്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സിലബസ് വൈസ് കോംപ്രിഹെൻസീവ് കവറേജ് കാണുന്നുണ്ട്. ക്വസ്റ്റ്യൻസും കീ ഏരിയാസിന്റെ ഹൈലൈറ്റ് ചെയ്തിട്ടും ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി ഗുഡ് ഫോർ എനിബഡി ഹു വാണ്ട്സ് ടു യൂസ് ദിസ് ആസ് എ ടെക്സ്റ്റ് ബുക്ക് ടു സ്റ്റഡി. നമുക്കൊരു എക്സാമിൻ്റെ തലേന്നോ അല്ലെങ്കിൽ എക്സാമിന് ഒരു 1 വീക്ക് മുന്നേ ഒക്കെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ്. സോ
really good work, guys. Congratulations. May probably ഇതിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ട് ഇതിന്റെ ഒരു ഒഫീഷ്യൽ കോപ്പി നിങ്ങൾക്ക് എല്ലാവരും ഗ്രൂപ്പിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എനിവേസ്, ദാറ്റ് ഇസ് ഇറ്റ്. ലെറ്റ്സ് ഗോ ഓൺ വിത്ത് our idea of the day. എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സ് ആണോ അതോ ഇതിൽ ഞാൻ എൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾ കുറച്ച് പേരുടെ മൂട്ടിനെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് എന്നൊക്കെയാണ് അറിഞ്ഞത്. ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ മൂട്ടിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടോ? എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സ് ആണോ അതോ ഹൗ ബേസിക് ഷുഡ് ഐ സ്റ്റാർട്ട്? ഡു യു നോ വാട്ട് ഇസ് മൂട്ട്? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസിയർ. എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സ് ആണോ? വൈ ഡോണ്ട് യു റിയാക്ട്? മേ ബി നമുക്ക് റിയാക്ഷൻസിൽ എവിടെയെങ്കിലും, if you are all first years, why don't you put up a heart, pink heart ഉണ്ട് അവിടെ. എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സ് ആണെങ്കിൽ ഓക്കെ, ഇത് ഫസ്റ്റ് ഇയേഴ്സ് ഹിയർ. മൂവ് ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ടോ? യെസ്. ഓ എക്സലന്റ്. ഫസ്റ്റ് ഇയേഴ്സ് ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. ഒരുപാട് ഫസ്റ്റ് ഇയേഴ്സ് ഉണ്ട്. ഗ്രേറ്റ്. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. സോ നമ്മുടെ ഇന്നത്തെ ഐഡിയ ഇസ് ടു we have already done some research, some sessions on legal research previously. നമ്മൾ മുന്നേ കുറച്ച് സെഷൻസ് ലീഗൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് ലീഗൽ റിസർച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് സെഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് നമ്മൾ ഇന്നത്തെ സെഷൻ ആലോചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോക്കസ് ഇന്നും കൂടുതലായിട്ടും മൂട്ട് മെമ്മോറിയൽ ഡ്രാഫ്റ്റിങ്ങിലാണ്. പക്ഷെ നിങ്ങൾ കുറച്ച് പേര് ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേസിക് ആയിട്ട് എന്താണ് ലീഗൽ റിസർച്ച് എന്ന് പറയാം. അതിനുശേഷം എവിടെയാണ് ലീഗൽ റിസർച്ച് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം. ലീഗൽ റിസർച്ച് എവിടെ യൂസ് ചെയ്താലും ചില പ്രത്യേക ഫോർമാറ്റ്സുകൾ യൂസ് ചെയ്യാണ്ട്. ലീഗൽ ആർട്ടിക്കിൾ റൈറ്റിംഗ് ആണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഫോക്കസ് വുഡ് ബി ഓൺ മൂട്ട് മെമ്മോറിയൽ പ്രിപ്പറേഷൻസ്, ബിക്കോസ് somebody has told me, your organizers told me that some of you would be preparing for the moot memorial. So it was supposed to be an advanced class for moot memorial. Anyway, let's start the session. Nammade primary inquiry is what is legal research. Baakiyulla ella റിസർച്ചിൽ നിന്നും ലീഗൽ റിസർച്ചിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൈമറി ഫാക്ടർ എന്ന് പറയുന്നത്, ലീഗൽ റിസർച്ച് ഒരു സോഷ്യൽ സ്റ്റഡീസ് റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഒരു സയന്റിഫിക്കൽ സ്റ്റഡി മെത്തേഡ് അല്ല ലീഗൽ റിസർച്ചിന്. അതുകൊണ്ട് തന്നെ ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എ സയന്റിഫിക്കൽ സ്റ്റഡി മെത്തേഡ്, ഇതിന്റെ റിസർച്ച് പാറ്റേണുകൾ ഡിഫറെൻ്റ് ആണ്, എടുക്കുന്ന ടൂൾസ് ഡിഫറെൻ്റ് ആണ്, നമ്മുടെ കിട്ടുന്ന കൺക്ലൂഷൻസും ഡിഫറെൻ്റ് ആണ്. അപ്പം ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ലീഗൽ റിസർച്ചിൽ എന്തിനാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്? ലോയിൽ എന്തിനാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്? എന്തൊക്കെ കാരണത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ റിസർച്ച് ചെയ്യുന്നത്? ജനറലി നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആയതുകൊണ്ട് ചോദിക്കുക, വാട്ട് ഇസ് റിസർച്ച് ആൻഡ് വൈ ഡു വി ഡു റിസർച്ച്? എന്തിനാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്? റിസർച്ച് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ആരുമില്ലേ? ആരെങ്കിലും എഴുതിയിട്ടാലും മതിടാ. എഴുതിയിട്ടാൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെന്തിനാ റിസർച്ച്? ആക്ച്വലി നിങ്ങളെന്തിനാ ഇപ്പം വന്നിരിക്കുന്ന റിസർച്ച് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്ന എന്തിനാ? Gain knowledge about law. Good. Gain knowledge about law. What else? നമുക്ക് ഒരു നിയമത്തിനെ പറ്റി പഠിക്കണമെങ്കിൽ നമുക്ക് ആ നിയമത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യണം. യെസ്. വേറെ എന്ത് ചെയ്യാൻ പറ്റും? മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ റിസർച്ച് ചെയ്യാം. നേരത്തെ നാൻസിയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, നാൻസി ആർട്ടിക്കിൾസ് എഴുതാൻ വേണ്ടി റിസർച്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ദി ഐഡിയ ഇസ് ദാറ്റ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്, എല്ലാ തവണയും റിസർച്ച് ചെയ്യുന്നത് ചില ഇൻഫോർമേഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ എപ്പോഴും ഒരു ഗോൾ വെച്ചിട്ടാണ് നമ്മൾ ഈ റിസർച്ച് എന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് തുടങ്ങുന്നത്. അപ്പൊ ഈ പ്രോസസ്സ് മുന്നിലുള്ള നമ്മുടെ എൻഡ് ഗോൾ മുന്നിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കും ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള വർക്ക് ആയിരിക്കും. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സിലബസ് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ വായിക്കും. അപ്പൊ നമ്മൾ മുന്നിൽ സിലബസ് ഉണ്ട്, സിലബസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു സബ്ജക്റ്റ് കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പക്ഷെ നമ്മളെല്ലാം പഠിക്കില്ല. നമുക്ക് സിലബസിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പഠിക്കുള്ളൂ. അത് തന്നെയാണ് റിസർച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു നല്ല റിസർച്ച് ഫോക്കസ്ഡ് റിസർച്ച് ആയിരിക്കണം. അത് നിങ്ങൾ ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടിയിട്ടാണെങ്കിലോ മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻ ഇരിക്കുകയാണെങ്കിലോ എങ്ങനെയാണെങ്കിലും റിസർച്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഗോള് മുന്നിൽ വേണം.
ഈ ഗോൾ എന്ന് പറയുന്നത് എത്രത്തോളം ക്രിസ്പ് ആവാൻ പറ്റുമോ അത്രയും ബെറ്റർ ആണ്. അതെങ്ങനെ ക്രിസ്പ് ആക്കാന്ന് വെച്ചാൽ ഇതിനെയാണ് നമ്മൾ പറയാ ടോപ്പിക് സെലക്ഷൻ. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എനി റിസർച്ച് ഇസ് ടു സെലക്ട് എ ടോപ്പിക്. അപ്പം നമ്മൾ ആർട്ടിക്കിൾ എഴുതുമ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏതൊരു ഏത് സബ്ജക്റ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്രൈംസിൽ ഒരു ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വിചാരിക്കും. ക്രൈംസിൽ ഇപ്പൊ നമ്മുടെ BNS ഒക്കെ വന്നതിന് ശേഷം നമുക്ക് കമ്മ്യൂണിറ്റി സർവീസസ് ഉണ്ട്. അപ്പൊ കമ്മ്യൂണിറ്റി സർവീസ് ആസ് എ ഫോം ഓഫ് പണിഷ്മെന്റ് ഇഫക്റ്റീവ് ആണോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അതാണ് നമ്മുടെ റിസർച്ച് ഏരിയ, റിസർച്ച് ടോപ്പിക്. അപ്പോൾ നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് എങ്ങനെ ചെയ്യണം, റിസർച്ച് ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആൻസർ ചെയ്യുന്നത്. നമ്മൾ തിയററ്റിക്കലി കുറെ തിയറീസ് മാത്രം നോക്കിയിട്ടാണോ അനലൈസ് ചെയ്യാൻ പോകുന്നത്, അതോ ഇത് എഫക്റ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വല്ല സ്റ്റഡിയും നടത്തുന്നുണ്ടോ, അതെല്ലാം ഡിസൈഡ് ചെയ്യുന്ന സെക്കൻഡ് സ്റ്റേജിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈനിലാണ് ആദ്യം നമുക്ക് റിസർച്ച് ടോപ്പിക് ഉണ്ട്, ആ റിസർച്ച് ടോപ്പിക്കിന്റെ ബേസിസിൽ റിസർച്ച് ഡിസൈൻ കണ്ടുപിടിക്കും. അപ്പൊ ഇത് നമ്മുടെ മൂഡ് കോഡ്സിൽ നിന്ന് വ്യത്യസ്തമാവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, നിങ്ങൾ റിസർച്ച് ആർട്ടിക്കിൾ എഴുതാൻ പോകുമ്പം നമുക്ക് ചിലപ്പോൾ ഒരു ബ്രോഡ് ഏരിയ തരും. ഈ ഏരിയയിലാണ് റിസർച്ച് ആർട്ടിക്കിൾ എഴുതേണ്ടത് എന്ന് പറയും. അപ്പം അല്ലെങ്കിൽ തരം എന്ന് പറഞ്ഞാൽ എഗെയിൻ റിസർച്ച് ആർട്ടിക്കിൾ എഴുതുന്നത് തന്നെ പല രീതിയിൽ എഴുതാം. ചില ആളുകൾ ആർട്ടിക്കിൾ എഴുതിയതിനു ശേഷം അത് പബ്ലിഷ് ചെയ്യാനുള്ള ജേർണൽ നോക്കും. ചില ആളുകൾ ജേർണൽ കണ്ടുപിടിച്ചതിന് ശേഷം ജേർണലിൽ അനുകൂലമാവുന്ന രീതിയിൽ എന്താണുള്ളത് അത് ഏത് ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് ആ ഏരിയയിൽ കൂടുതൽ ആർട്ടിക്കിൾസ് എഴുതാൻ ശ്രമിക്കും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതൊക്കെ ഡിപ്പെൻഡിങ് ഓൺ ഹൗ വി ഫോളോ ഇറ്റ് ത്രൂ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒരു ബേസിക് സെൻസ് എന്താന്ന് വെച്ചാൽ, ആസ് എ പേഴ്സൺ ഹു ഹാവ് ബീൻ ഇൻ റിസർച്ച്, വാട്ട് ഐ ഡു ഇസ് ദാറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയയുടെ പ്രത്യേക താല്പര്യം ഉണ്ടാവുമല്ലോ, ആ ഏരിയ വായിക്കുക. ആ ഏരിയ വായിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഏരിയയെ കുറിച്ച് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ജേർണൽസ് മനസ്സിലാകും. ഈ ജേർണൽസ് നമുക്ക് ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട് ജേർണൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതൊക്കെ നമുക്ക് സംസാരിക്കാം അതിനെ കുറിച്ചിട്ട്. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ കുറച്ച് ജേർണൽ മനസ്സിലാക്കുമ്പോൾ ഈ ജേർണലുകളാണ് എനിക്ക് താല്പര്യമുള്ള ഏരിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ജേർണലുകൾ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഭയങ്കര പ്രിലിമിനറി ആയിട്ട് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മൾ ലീഗൽ റിസർച്ച് ആർട്ടിക്കിൾ റൈറ്റിംഗിൽ അത് യൂസ് ആകും. പക്ഷെ ഓൺ ദ കോൺട്രറി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് മൂട്ടിന് മെമ്മോറിയൽ പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ നമ്മുടെ റിസർച്ച് ഭയങ്കര കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആണ്. കാരണം നമ്മളെ കയ്യിൽ ഓൾറെഡി മൂട്ടിന്റെ പ്രപ്പോസിഷൻ ഉണ്ടാകും. നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സിൽ എല്ലാവർക്കും മൂട്ട് എന്താണെന്ന് അറിയായിരിക്കും അല്ലെ. ഐ എം മൂവിങ് വിത്ത് അസംഷൻ ദാറ്റ് മൂട്ട് അറിയാം. മൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലീഗൽ സ്റ്റഡീസിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു അക്കാഡമിക്കൽ ആക്ടിവിറ്റിയാണ് മൂട്ട് കോട്ട് എക്സസൈസ്. മൂട്ട് കോട്ട് എക്സസൈസസ് നടക്കുന്നത് ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ തരും. ഇറ്റ്സ് ലൈക്ക് 3 പേജുള്ള ഒരു സിനാരിയോ തന്നിട്ട് ആ സിനാരിയോന്റെ മുകളിൽ കേസ് സ്റ്റഡി പോലെ അല്ല കേസ് അനാലിസിസ് ഒന്നുമില്ല, നമ്മൾ ആർഗ്യുമെന്റ് ചെയ്യുക. പെറ്റീഷൻ റെസ്പോൺസ് ആയിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് അതിനെക്കുറിച്ച് പ്രസന്റ് ചെയ്യുന്ന ഒരു അക്കാഡമിക്കൽ ആക്ടിവിറ്റി ആണ് നമ്മൾക്ക് മൂഡ് കോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി 2 ദിവസം 2 ക്ലാസ്സസ് കഴിഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ, ഇൻഡക്ഷൻ പ്രോഗ്രാമിന്റെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് മൂട്ട് എന്താ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാകും. അപ്പം ആ മൂട്ടിൽ നമുക്ക് എല്ലാ മൂഡ് കോട്ട് പ്രൊപ്പോസിഷൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ബേസിക് പ്രപ്പോസിഷന്റെ ബേസിലായിരിക്കും. അപ്പൊ ഒരു പ്രപ്പോസിഷൻ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ റിസർച്ച് ഏരിയാസ് കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവാൻ പറ്റും മൂഡ് കോട്ട് എക്സസൈസിൽ. ഓൺ ദ കോൺട്രറി നമ്മൾ റിസർച്ച് ആർട്ടിക്കിൾ എഴുതുന്ന സമയത്ത് അത് കുറച്ചുകൂടി ബ്രോഡാണ്. നമുക്ക് ഇത്രയും എന്ത് വേണമെങ്കിലും എഴുതാം, എങ്ങനെ എന്തെങ്കിലും ആലോചിക്കാം എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ റിസർച്ചിൽ കൂടുതലായിട്ട് നമുക്ക് റിസർച്ചിനെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പം നമുക്ക് ബേസിക്കലി നമ്മൾ LLB സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന 2 ടൈപ്പ് റിസർച്ചുകൾ ഈ ആർട്ടിക്കിൾ റൈറ്റിംഗ് റിസർച്ചും മെമ്മോറിയൽ ഡ്രാഫ്റ്റിംഗ് റിസർച്ചുമാണ്. ഈ മെമ്മോറിയൽ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ട് ഓർക്കുക, നമ്മൾ LLB പഠിക്കുന്ന സമയത്ത് മാത്രമല്ല അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോഴും അതുപോലെ നമ്മൾ കോർപ്പറേറ്റ് ഫീൽഡിലൊക്കെ പോകുമ്പോൾ ഡ്രാഫ്റ്റിംഗ് ഒരു വലിയ സ്കില്ലാണ്. അത് പ്രോബ്ലം നമ്മൾ പഠിക്കും, കോളേജിൽ പഠിക്കും, 5 ഇയേഴ്സിൽ എവിടെയോ ഒരു സെമസ്റ്റർ നമുക്ക് ഡ്രാഫ്റ്റിംഗ് പേപ്പർ ഉണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു പ്രക്രിയ കൂടിയാണ് ഡ്രാഫ്റ്റിംഗ്. അതൊരു സ്കില്ലും കൂടിയാണ്. എനിവേ, ആസ് ഐ വാസ് സേയിങ്, നമ്മുടെ റിസർച്ചിന്റെ പ്രൈമറി സ്റ്റേജ് എന്ന് പറയുന്നത് ടോപ്പിക് സെലക്ഷൻ ആണ്. എങ്ങനെ ഇപ്പം എഗെയിൻ ഇതിന്റെ ഒരു പ്രശ്നം, നമ്മൾ
ആർട്ടിക്കിൾ റൈറ്റിങ്ങിനെയും മെമ്മോറിയൽ റൈറ്റിങ്ങിനെയും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ റൈറ്റിംഗ് കുറച്ചും കൂടി ലീനിയൻ്റ് ആണ് ടോപ്പിക് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. മെമ്മോറിയൽ ഡ്രാഫ്റ്റിംഗ് കുറച്ചും കൂടെ സ്ട്രിഞ്ചൻ്റ് ആണ്, ബിക്കോസ് മെമ്മോറിയൽ ഡ്രാഫ്റ്റിങ്ങിന്റെ മെയിൻ പർപ്പസ് ഉള്ള ഓൾറെഡി തന്ന പ്രപ്പോസിഷന്റെ മുകളിൽ ഇഷ്യൂസ് കണ്ടുപിടിച്ച് ആ ഇഷ്യൂസിനെ കുറിച്ച് ടാക്കിൾ ചെയ്യുന്നതാണ് മൂഡ് മെമ്മോറിയൽ ഡ്രാഫ്റ്റിങ്ങിൽ ഉണ്ടാവുന്നത്. അപ്പൊ ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് രീതിയിൽ വേണം ഇതിനെ സമീപിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്യുന്ന വർക്കിനെ നമ്മൾ റിസർച്ച് എന്ന് വിളിക്കുമെങ്കിലും നമ്മൾ ആർട്ടിക്കിൾ എഴുതാൻ ഉപയോഗിക്കുന്ന റിസർച്ചും നമ്മൾ അതിനുശേഷം ഈ മെമ്മോറിയൽ ഡ്രാഫ്റ്റിംഗ് നടത്താൻ ഉപയോഗിക്കുന്ന റിസർച്ചും രണ്ടും ഡിഫറെന്റ് ആണ് എന്ന് ഓർമ്മ വേണം. ആർട്ടിക്കിൾ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ ഇന്നത്തെ ഫോക്കസ് മെമ്മോറിയൽ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിന് കാരണം നിങ്ങളുടെ ഓർഗനൈസേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു പോയിന്റർ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് എങ്ങനെ സൈറ്റേഷൻ നടത്തണം, ഫോർമാറ്റിംഗ് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി. അപ്പം എൻ്റെ സെഷനും ഇന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്നത് മെമ്മോറിയൽ ഡ്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിക് സെലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ചോദ്യം എവിടെ നിന്ന് തുടങ്ങും. നമ്മൾ മിക്കപ്പോഴും എന്നോട് ആളുകൾ വന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. സ്റ്റാർട്ട് ചെയ്യേണ്ട ബെസ്റ്റ് വേ, നിങ്ങൾ ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ബെസ്റ്റ് വേ, നമുക്ക് ഏതെങ്കിലും താല്പര്യമുള്ള ഏരിയാസിനെ കുറിച്ച് ബേസിക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുമ്പം നമുക്ക് അക്കാഡമിക്കൽ അല്ല, നോർമൽ കോമൺ പാർലൻസിൽ അർത്ഥം വരുന്ന നമുക്ക് മനസ്സിലാവുന്ന ഒരുപാട് മെറ്റീരിയൽസ് കിട്ടും. ഇപ്പൊ നമ്മൾ ലൈവ് ലോ ആകാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ SEC ഓൺലൈൻ പോലുള്ള മെറ്റീരിയൽസ് ആകാം. ഇതല്ലാണ്ട് ഒരുപാട് വെബ്സൈറ്റ്സ്, ലീഗൽ മെറ്റീരിയൽസ് പബ്ലിഷ് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്. ഈ വെബ്സൈറ്റ്സിലെല്ലാം ജനറലി ഇങ്ങനെ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. ആ ആർട്ടിക്കിൾസ് ആണ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ടിങ്ങിലെ പ്രൈമറി പോയിന്റ്. ഇതല്ലാണ്ട് നമുക്ക് കിട്ടുന്ന അടുത്ത സോഴ്സ് എന്ന് പറയുന്നത് ഗൂഗിൾ സ്കോളർ ആണ്. ലീഗൽ സ്കോളർ അല്ല, ഗൂഗിൾ സ്കോളർ. ഗൂഗിൾ സ്കോളർ എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിളിന്റെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് വിങ് ആണ്. അത് സ്കോളർലി ആർട്ടിക്കിൾസ്, നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന ആർട്ടിക്കിളുകൾ പബ്ലിഷ് ചെയ്ത മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു സ്പെസിഫിക് വെന്യൂ ആണ് ഗൂഗിൾ സ്കോളർ. അപ്പോൾ ഈ ഗൂഗിൾ സ്കോളറിൽ നമുക്ക് താല്പര്യമുള്ള ടോപ്പിക് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഡാറ്റ റെലവെന്റ് ടു ഇറ്റ്. നമ്മൾ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളും മറ്റും നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ആർട്ടിക്കിൾ എഴുതുകയാണെങ്കിൽ, നിങ്ങൾ മെമ്മോറിയൽ ആണ് എഴുതുന്നതെങ്കിൽ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മെമ്മോറിയൽ ഡ്രാഫ്റ്റിംഗ് ഇസ് റീഡിങ് ദ പ്രപ്പോസിഷൻ. നമ്മൾ പ്രപ്പോസിഷൻ വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് ആ പ്രപ്പോസിഷനിൽ നടക്കുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പം ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലീഗൽ എനി കൈൻഡ് ഓഫ് ലീഗൽ റിസർച്ച് ഇസ് റീഡിങ്. അത് ബേസിക്കലി എല്ലാവരും പറയുന്ന പോലെ തന്നെ വായിച്ചത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസർച്ച് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പം ലീഗൽ ആർട്ടിക്കിൾ എഴുതുവാണെങ്കിൽ നിങ്ങൾ നോർമൽ ഗൂഗിളിൽ വെച്ച് ബേസിക് ഗൂഗിൾ ആർട്ടിക്കിൾസ് വായിച്ചു തുടങ്ങാം. അതല്ല നിങ്ങൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത് മെമ്മോറിയൽ ഡ്രാഫ്റ്റിങ്ങിനാണെങ്കിൽ മെമ്മോറിയലിന്റെ പ്രപ്പോസിഷൻ വായിക്കുക. ഈ പ്രപ്പോസിഷൻ ഞാൻ ജനറലി ആൾക്കാരോട് പറയും, 10-15 തവണ വായിച്ചാൽ തന്നെ മാത്രമേ നമുക്ക് പ്രപ്പോസിഷനൊക്കെ വായിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ മുകളിൽ കോർ ഇഷ്യൂസ് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ വിചാരിക്കാത്ത കുറെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻസ്റ്റൻസസ് ഈ പ്രപ്പോസിഷന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ റീഡിങ് ദ പ്രപ്പോസിഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. ആന്റണി, യു ഹാവ് എ ക്വസ്റ്റ്യൻ? CL ആന്റണി, ഓക്കെ വന്നതാന്ന് വിചാരിക്കുന്നു. ഞാൻ അറിയാണ്ട് വന്നതാണ് എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ I'll leave it at that. അപ്പോൾ എനിവേ, ആസ് ഐ വാസ് സെയിങ്, പ്രപ്പോസിഷൻ മൂട്ടിന്റെ ബേസിക് എലമെന്റ് നമ്മുടെ പ്രപ്പോസിഷൻ വായിക്കുക എന്നാണ്. അപ്പോൾ പ്രപ്പോസിഷൻ വായിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ പ്രപ്പോസിഷൻ വായിക്കുന്നത് തന്നെ നമ്മൾ സാധാരണ നോർമലി പറയാം, ഒരു 10-15 ടൈംസ് വായിക്കുമ്പോൾ തന്നെ മാർക്ക് ചെയ്ത് വായിക്കുക എന്ന് പറയും. ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നമ്മൾ വായിക്കുന്ന ഏത് ഡോക്യുമെന്റ് ആണെങ്കിലും ആ ഡോക്യുമെന്റ് ഹൈലൈറ്റ് ചെയ്ത് വെക്കും. നമുക്ക് ചിലപ്പോൾ തോന്നും നമുക്ക് മനസ്സിലാവാത്ത വാക്കുകൾ, അല്ലെങ്കിൽ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ച വാക്കുകൾ വെച്ച് വീണ്ടും 2-3 തവണ വായിക്കുമ്പോൾ നമുക്ക് ആ
പറഞ്ഞിരിക്കുന്ന ഏരിയകളിലെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാകും. ഇത് നമ്മൾ റീഡിങ് എഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് നമ്മളെ അടുത്ത് ഇപ്പം ടൈമില്ല. സം അതർ ടൈം നമുക്ക് വേണമെങ്കിൽ റീഡിങ്ങിനെ കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. പക്ഷേ എനിവേ റീഡിംഗ് ആണ് ഫസ്റ്റ് സ്റ്റേജ്. ആർട്ടിക്കിളാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ ജനറൽ ഗൂഗിളിൽ സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ഗൂഗിൾ സ്കോളറിലേക്ക് പോവുക. ഇതല്ലാണ്ട് വെബ്സൈറ്റ്സ് കിട്ടും. ഇപ്പൊ നമ്മളെ JSTOR പോലെ JSTOR പോലെയുള്ള STOR സ്റ്റോർ പോലെയുള്ള വെബ്സൈറ്റ്സുകളുണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന. നമ്മുടെ കോഴിക്കോട് ലോ കോളേജ് ലൈബ്രറിയിൽ ഓൺലൈൻ ആക്സസ് ഉണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ SCC ഓൺലൈനും മറ്റും ഓൺലൈൻ റിസോഴ്സസ് അവൈലബിൾ ആണ്. അതുപോലെ ഓൺലൈൻ റിസോഴ്സ് ഉപയോഗിക്കുക. നമ്മൾ ഇതൊക്കെ ഭയങ്കര ഇതൊന്നും പറഞ്ഞു തരാൻ ഇതൊക്കെ വെറുതെ നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു കീവേഡ് ഇട്ട് സെർച്ച് സ്പേസിലേക്ക് ടൈപ്പ് ചെയ്ത് അവിടെ ഗോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് റിലവൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് മൊത്തം കിട്ടും. ഈ ആർട്ടിക്കിൾസ് വായിച്ച് തുടങ്ങുന്നുള്ള ഫസ്റ്റ്. ഈ ആർട്ടിക്കിൾസ് വായിച്ച് തുടങ്ങുമ്പോഴും നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ആർട്ടിക്കിൾസ് വായിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഏരിയ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടോപ്പിക് ഉണ്ടല്ലോ, ചിലപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ നമ്മുടെ ഏരിയ ഭയങ്കര ബ്രോഡായിരിക്കും. നമ്മളത് കുറച്ചും കൂടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി പണിഷ്മെന്റ്സുകൾ നല്ലതാണോ, അതിന്റെ എഫക്റ്റീവ്നെസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത് വിചാരിക്കും. അത് പറയുമ്പോൾ ഭയങ്കര ബ്രോഡാണ്. അപ്പൊ നിങ്ങൾ കമ്മ്യൂണിറ്റി പണിഷ്മെന്റ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് എന്താണ്, കമ്മ്യൂണിറ്റി സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡെഫിനേഷൻ. നമ്മുടെ ആക്ടിൽ പോലും കമ്മ്യൂണിറ്റി സർവീസ് ഭയങ്കര ആംബിഗസ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഡിഫൈൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണം. നിങ്ങൾ പറഞ്ഞ കമ്മ്യൂണിറ്റി സർവീസ് എന്താണ്. പിന്നെ ഓൾറെഡി പ്ലീ ബാർഗെയിനിങ്ങിന്റെ പ്രൊവിഷൻസ് നമുക്ക് നമ്മളെ ലോയിലുണ്ട്. അതുപോലെ തന്നെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ കമ്മ്യൂണിറ്റി സർവീസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി സർവീസിൽ ആ രീതിയിലുള്ള ഒരു പണിഷ്മെന്റ്, ഒരു ലെസർ പണിഷ്മെന്റ് സ്കീമിനെ കുറിച്ചിട്ട് ഈ ആക്ടുകളും ഇതിലെ പ്രൊവിഷൻസ് നമ്മൾ പണ്ടത്തെ CRPC അടക്കം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ കവർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് ഈ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി സർവീസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് ഏരിയ ആകും. നമ്മൾ ഈ വായിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമുക്ക് ഏത് ഏരിയയിൽ ഫോക്കസ് ചെയ്യണമെന്ന്. ആ ഏരിയയിൽ ഫോക്കസ് ചെയ്ത് വായിക്കുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് വരുന്നത്. അപ്പം റിഫൈനിങ് ദി പ്രോബ്ലം ആണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ്. ടോപ്പിക് സെലക്ഷൻ, റീഡിങ്, അതിനുശേഷം ദി ഫോക്കസ് ഏരിയാസ്. ഈ ഫോക്കസ് ഏരിയാസ് റിഫൈൻ ചെയ്ത് വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും വായനയിലൂടെ മാത്രമാണ്. നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇത്രയും ഏരിയകളുണ്ട്, നമുക്ക് അത്രയും ഏരിയ കവർ ചെയ്യണം, നമുക്ക് 1-2 ഏരിയ റെലവെന്റ് ആയിട്ടുള്ള 1-2 ഏരിയ കവർ ചെയ്താൽ മതി. ചിലപ്പോൾ ഒരു ഏരിയ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത്രയും ഏരിയ മാത്രം കവർ ചെയ്യാന്നുള്ളത്. നിങ്ങൾ മെമ്മോറിയൽ ഡ്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓർമ്മിക്കുക, മെമ്മോറിയൽ ഡ്രാഫ്റ്റിംഗ് എഴുതുന്ന സമയത്ത് നമ്മൾ മെമ്മോറിയൽ വായിച്ചു കഴിഞ്ഞ് നമ്മൾ പ്രപ്പോസിഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പോയിന്റേഴ്സ് കിട്ടും. അതിന്റെ കൂടെ ഒരു നോർമലി മൂഡ് കോഡ് പ്രപ്പോസിഷൻസിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ നമ്മുടെ ഇഷ്യൂസ് ആണ്, ഡ്രാഫ്റ്റഡ് ഇഷ്യൂസ് ആണ്. അപ്പൊ ഈ ഇഷ്യൂസ് എല്ലാവരും തരണം നിർബന്ധമില്ല. ചില കോമ്പറ്റീഷൻസ് ഇഷ്യൂസ് തരും, ചിലവർ തരാറില്ല. അപ്പം ഇഷ്യൂസ് തരുവാണെങ്കിൽ അത് കീ പോയിന്റേഴ്സ് ആണ്. അപ്പം കുറച്ചും കൂടെ ഫോക്കസ് ആവും, നമുക്ക് വായന കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഇഷ്യൂസിനെ ഡ്രാഫ്റ്റ് ചെയ്യുക, ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. അപ്പം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫോക്കസ് ആയി വായിച്ചു തുടങ്ങിയാൽ തന്നെ നമുക്ക് മറ്റീരിയൽസ് കൂടുതലായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ എഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫോർമാറ്റ്. ഞാൻ ഒരു മെമ്മോറിയലിന്റെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇത് നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ. ഇത് നമ്മൾ NLSൽ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാമ്പിൾ ഓഫ് ദി മെമ്മോറിയൽ ആണ്. അപ്പം ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു അറൌണ്ട് 34 pages ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പം ജസ്റ്റ് സ്ക്രോൾ ചെയ്യാണ് ഞാൻ, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം മെമ്മോറിയൽ എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുന്നതാണ് ഇരിക്കുന്നത്. നോർമലി ഫസ്റ്റ് പേജ് ഓഫ് ദി മെമ്മോറിയലിൽ എപ്പോഴും കോമ്പറ്റീഷൻ ടൈറ്റിൽ ഉണ്ടാകും. അതേപോലെ നമുക്കൊരു ടീം കോഡ് അസൈൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ആ ടീം കോഡ് ഉണ്ടാകും. അതല്ലാണ്ട്
ഏത് കോടതിക്ക് മുന്നിലാണ് ഈ ഒരു കേസ് പോയിരിക്കുന്നതെന്ന് ഉള്ളതുണ്ടാകും. അതേപോലെ ഏത് നമ്മുടെ ജൂറിസ്ഡിക്ഷൻ എന്ന ഏതൊരു സെക്ഷന്റെ പ്രകാരമാണ് ഈ കേസ് ഈ ട്രിബ്യൂണലിന് മുന്നിൽ വന്നത് എന്നുള്ളതിനുള്ള ഒരു ക്ലോസ് ഉണ്ടാകും. അതിനുശേഷം ഈ ആരൊക്കെയാണ് പാർട്ടീസ് ഉള്ളത്, ഈ പാർട്ടീസ് ഉള്ളതും ഇപ്പൊ മേ ബി ഇത് ഈ കേസിൽ സ്പെസിഫിക് കേസിൽ 2 അപ്പീലുകൾ കോമ്പറ്റീഷൻ അപ്പീലുകൾ ക്ലബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി നമ്മളിപ്പോൾ തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ചില കോമ്പറ്റീഷൻസ് പോകുമ്പോൾ ഒരു കേസ് ഉണ്ടാവുള്ളൂ, ക്ലബിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇത് ക്ലബിംഗ് ഉണ്ട്. ഇത് ക്ലബിംഗ് ഉള്ളതുകൊണ്ട് രണ്ടുപേരും മെൻഷൻ ചെയ്തു. ലാസ്റ്റ് മെമ്മോറിയൽ ഓൺ ബിഹാഫ് ഓഫ് ദി അപ്പലന്റ്. നമ്മളെ ഒരു നോൺ ഏരിയ എന്താന്ന് വെച്ചാൽ ഈ മെമ്മോറിയൽ ഡ്രാഫ്റ്റിങ്ങിൽ റിമെമ്പർ റെഡ് കളർ ആണ് നമ്മൾ എപ്പോഴും റെസ്പോണ്ടന്റ് സൈഡിൽ യൂസ് ചെയ്യുക. ഇതിന്റെ സ്ക്രീനിന്റെ മുകളിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഇത് ബ്ലൂ കളർ കണ്ട ബ്ലൂ കളർ മെമ്മോറിയൽസ് നോർമലി ഒരു പെറ്റീഷണർ അല്ലെങ്കിൽ അപ്പലറ്റന്റ് കൊടുക്കുന്ന മെമ്മോറിയൽ ആയിരിക്കും. റെഡ് കളർ മെമ്മോറിയൽസ് നമ്മൾ റെസ്പോണ്ടൻസ് ആണ് കൊടുക്കുക. അത് ഈ കളർ ഇങ്ങനെ വേണം നിർബന്ധമില്ല. ഇതിപ്പോ നമ്മളൊരു ട്രഡീഷന്റെ ഭാഗമായിട്ട് വേറെ ഒരു നിയമവും ഇല്ല ഇത് റെഡ് ആവണമെന്ന് ബ്ലൂ ആവണമെന്ന്. നമ്മൾ നോർമലി ഒരു ട്രഡീഷന്റെ ഭാഗമായിട്ട് ഓൾമോസ്റ്റ് എല്ലാ കോളേജസും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ആണിത്. ഇതല്ലെങ്കിൽ ചില സമയത്ത് വേണമെങ്കിൽ കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ പറയാം മെമ്മോറിയൽസിന്റെ കളറിന്റെ പേജ് മേ ബി ഇത് വൈറ്റ് ഒന്നിൽ പറയാം, മേ ബി വൈറ്റും മറ്റേ ക്രീമും ആക്കാനോ അങ്ങനെ എന്തെങ്കിലും പറയാം, ലൈക്ക് ഡിപ്പെൻഡിങ് ഓൺ ദി ഓർഗനൈസേഴ്സ്. ബട്ട് നോർമലി നമ്മൾ ഈ ബ്ലൂവും റെഡും എന്നാണ് നമ്മൾ കാണാറ്. ബ്ലൂ കളർ ഇസ് ഫോർ പെറ്റീഷണർ അപ്പലന്റ്, റെഡ് കളർ ഫോർ ദി റെസ്പോണ്ടന്റ് എന്നാണ് കാണാറ്. ഫസ്റ്റ് പേജ് ഉണ്ടാവും മെമ്മോറിയലിന്റെ. എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഫോർമാറ്റുകൾ, ഇങ്ങനത്തെ ഫോർമാറ്റുകൾ പലതും ഓൺലൈനിൽ അവൈലബിൾ ആണ്. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റുകൾ കണ്ടെത്തുക എന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ലോട്ട് ഓഫ് ദീസ് തിങ്സ് ആർ അവൈലബിൾ. അപ്പൊ എനിവേ ഇത് ഫ്രണ്ട് പേജ് കഴിഞ്ഞല്ലാണ്ട് നമ്മൾ മെമ്മോറിയൽ സാധാരണ കണ്ടുവരുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ഉണ്ടാകും. ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സിൽ നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സ്. അപ്പം അതിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഇതിന്റെ കണ്ടന്റുകൾ മനസ്സിലാവും. നമ്മൾ മെമ്മോറിയലിൽ യൂസ് ചെയ്തിരിക്കുന്ന അബ്രിവേഷൻസിന്റെ ലിസ്റ്റ്, അതോറിറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഏതൊക്കെ അതോറിറ്റീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതോറിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ സൈറ്റ് ചെയ്യൂലേ, നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പം ആ കാര്യത്തിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള കണ്ടന്റ് സൈറ്റ് ചെയ്യണം. ഈ സൈറ്റ് ചെയ്ത മെറ്റീരിയലിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുന്നത്. നോർമലി ഒരു മെമ്മോറിയലിൽ ഏറ്റവും കൂടുതൽ അതോറിറ്റി എന്ന് പറയുന്നത് കേസ് ലോസ് ആയിരിക്കും. ചിലപ്പോൾ വേണമെങ്കിൽ കേസ് ലോസ് ഇല്ലാത്തൊരു ഏരിയയിലാണെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ഏതെങ്കിലും ജൂറിസ്റ്റുകളെ കുറിച്ച് നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഇൻഡെക്സ് ഓഫ് അതോറിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം സ്റ്റേറ്റ്മെന്റ് ഓഫ് ജൂറിസ്ഡിക്ഷൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ലോയുടെ അടിസ്ഥാനത്തിലാണ് ഈ കോടതിക്ക് മുന്നിൽ വന്നിരിക്കുന്നത്, ഏത് പ്രൊവിഷൻ ഓഫ് ദി ലോ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു റിട്ട് പെറ്റീഷൻ ആണ് ഫയൽ ചെയ്യുന്നതെന്ന് വിചാരിക്കും. റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ 2 പ്രൊവിഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് ആർട്ടിക്കിൾ 32 മറ്റേത് ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 32 പ്രകാരം നമ്മൾ പോകുന്നത് സുപ്രീം കോടതിയിലേക്കും ആർട്ടിക്കിൾ 226 പ്രകാരം നമ്മൾ പോകുന്നത് ഹൈക്കോടതിയിലേക്കുമാണുള്ളത്. അപ്പൊ നമ്മളുടെ കേസിന്റെ നമ്മൾ തന്നിരിക്കുന്ന തന്ന കേസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് കോടതിയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാവുക. നോർമലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രപ്പോസിഷന്റെ നമ്മൾ മൂട്ട് പ്രോബ്ലത്തിന്റെ ലാസ്റ്റിൽ എഴുതിയിട്ടുണ്ടാകും മേ ബി അഗ്രീഡ് വിത്ത് സംതിങ്, ഈ പെറ്റീഷണർ ഈ അപ്പലന്റോ അപ്രോച്ച് ദി ഹോണറബിൾ സുപ്രീം കോർട്ട് അണ്ടർ ദി ജൂറിസ്ഡിക്ഷൻ. അത് റിട്ട് ആവാം അല്ലെങ്കിൽ ക്രിമിനൽ അപ്പീൽ ആകും. അത് വേരിയസ് നമ്മളെ കേസ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എന്നാൽ ലാസ്റ്റ് ലൈനിൽ നമുക്ക് മനസ്സിലാകും ഇവർ ഏത് കോടതിയിലേക്കാണ് പോയിരിക്കുന്നത്, ആ കോടതിയിലേക്ക് എന്ത് പ്രൊവിഷന്റെ അടിസ്ഥാനത്തിലാണ് പോയിരിക്കുന്നത്. ചിലപ്പോൾ സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ എന്ത് അടിസ്ഥാനത്തിൽ, ഇപ്പൊ ക്രിമിനൽ അപ്പീൽ ആയിട്ടാണോ പോയിരിക്കുന്നത്, അതോ നമ്മൾ പോയിരിക്കുന്നത് റിട്ട് പെറ്റീഷൻ ആയിട്ടാണോ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ആണോ പോയിരിക്കുന്നത്, അതോ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആയിട്ടാണോ പോയിരിക്കുന്നത്, എല്ലാം നമുക്ക് കേസ് വായിച്ചാൽ മനസ്സിലാകും. അപ്പൊ ഇത് എങ്ങനെയാണ് പോയിരിക്കുന്നത്, ഏത് സെക്ഷനിൽ ഏത് ലോയുടെ അടിസ്ഥാനത്തിൽ എവിടെയാണ് പോയിരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ജൂറിസ്ഡിക്ഷൻ തീരുമാനിക്കുക. അപ്പൊ നമ്മൾ സുപ്രീം കോടതിക്ക് മുന്നിലാണ് പോയിരിക്കുന്നത്. 32 എന്റെ ഫണ്ടമെന്റൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആയിട്ടുള്ള 32ന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സുപ്രീം കോടതിയിലാണ് പോകുന്നത് എങ്കിൽ എന്റെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ജൂറിസ്ഡിക്ഷന് ആർട്ടിക്കിൾ 32 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, എന്നിട്ട് അതിന്റെ താഴെ ആർട്ടിക്കിൾ 32ന്റെ ഒരു അതേ സെന്റൻസ് അതേപോലെ തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇറ്റ് വിൽ ലുക്ക് സംതിങ് ലൈക്ക് ദിസ്.
ഇതെല്ലാം പ്രീസിഡൻസ് നമ്മൾ നേരത്തെ അതോറിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ മറ്റീരിയൽ യൂസ് ചെയ്തിരുന്ന അതോറിറ്റികളുടെ ലിസ്റ്റാണ് ഇതെല്ലാം കൊണ്ടിരിക്കുന്നത്. വെബ്സൈറ്റ് ഏതൊക്കെ യൂസ് ചെയ്തു, അതേപോലെ തന്നെ ആർട്ടിക്കിൾസ് ഏതൊക്കെ യൂസ് ചെയ്തു, ഏതൊക്കെ കേസ് ലോസ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ജൂറിസ്ഡിക്ഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ജൂറിസ്ഡിക്ഷൻ ഓർക്കുക, ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ജൂറിസ്ഡിക്ഷന് കൊടുത്തിരിക്കുന്നത് ഇത് കോമ്പറ്റീഷൻ അപ്പീലാണ്. ഇത് നമ്മൾ സാധാരണ ഹൈക്കോടതി സുപ്രീം കോടതിയിൽ വരുന്ന പോലത്തെ അപ്പീലല്ല. ഇത് കോമ്പറ്റീഷൻ കമ്മീഷന്റെ മുന്നിൽ പോയിരിക്കുന്ന അപ്പീലാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിൽ ഹോണറബിൾ ട്രിബ്യൂണൽ, കോമ്പറ്റീഷൻ അപ്പീൽ ട്രിബ്യൂണലിന്റെ മുന്നിൽ പോയിരിക്കുകയാണുള്ളത്. അപ്പൊ ഇതിൽ കറക്റ്റ് പറയുന്നുണ്ട് എന്താ അടിസ്ഥാനത്തിൽ. ഇപ്പം ലുക്ക് അറ്റ് ദിസ്, ഈ പട്ടീഷണർ ഹാസ് അപ്രോച്ച്ഡ് ദിസ് ഹോണറബിൾ ട്രിബ്യൂണൽ അണ്ടർ സെക്ഷൻ 53 ഓഫ് ദി ഫ്ലോറിഡൻ കോമ്പറ്റീഷൻ ആക്ട് 2002. അതായത് ഫ്ലോറിഡൻ കോമ്പറ്റീഷൻ ആക്ട് 2002 53B പ്രൊവിഷൻ പ്രകാരമാണ് എത്തിയിരിക്കുന്നത് എന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ജൂറിസ്ഡിക്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ജൂറിസ്ഡിക്ഷൻ നമ്മുടെ കേസ് അനുസരിച്ചിട്ട് മാറും. ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ചിലപ്പം പറയാം ഇത് 32 പ്രകാരം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 32 പ്രകാരം ആണ് ഈ പെറ്റീഷണർ ഇവരെത്തിയിരിക്കുന്നതെന്ന്. ഇഗെയിൻ ഇത് പല രീതിയിലും ഉപയോഗിച്ച് കാണാറുണ്ട്. ചില ആളുകൾ ഇത് ഈ പ്രൊവിഷൻ മാത്രം പറയും. ചില മെമ്മോറിയൽസിൽ നോർമലി പ്രൊവിഷൻസിന്റെ കൂടെ പ്രൊവിഷൻ കണ്ടന്റും കൂടെ മെൻഷൻ ചെയ്യാറുണ്ട്. ഇതല്ലാണ്ട് വേറെയുള്ള മെമ്മോറിയൽസിൽ നോക്കിയാൽ, വെയിറ്റ് എ സെക്കൻഡ്, ഐ കൻ ഷോ യു ആൻ ആൾട്ടർനേറ്റീവ് ഓൾസോ ബിക്കോസ് ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ടു ഗെറ്റ് എ ബെറ്റർ പിക്ചർ ഓൺ ഇതെങ്ങനെയാണ് നമ്മുടെ മെമ്മോറിയൽസ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ. Stop sharing. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുവാന്നേ, സോ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ us ടു നാവിഗേറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ വേറൊരു മൂട്ടിൻ്റെ മെമ്മോറിയലാണ്. ബെഞ്ച് മെമ്മോ എന്ന് പറയുന്നതിന് നമ്മൾ ഓർഗനൈസേഴ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മോറിയൽ നമ്മൾ ബെഞ്ച് മെമ്മോ എന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്ത ബെഞ്ച് മെമ്മോ ആണ്, മെമ്മോറിയലാണിത്. ഇതിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ജൂറിസ്ഡിക്ഷൻ കുറച്ചും കൂടെ വൈഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന കാര്യങ്ങളിൽ ഇന്ന പ്രൊവിഷന്റെ മുകളിലാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇതാണ് നമ്മുടെ പ്രൊവിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു ഡെപ്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ സ്റ്റൈൽ എങ്ങനെയാണ് അനുസരിച്ചിട്ട് നമ്മുടെ റിസർച്ചിന്റെ സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, നമ്മുടെ സ്റ്റൈലോ ഇൻഡിവിജ്വൽ സ്റ്റൈലോ അനുസരിച്ചിട്ട് നമ്മുടെ റിസർച്ച് ആ ഒരു കണ്ടന്റിലും ഡിഫറൻസസ് വരാം. ഇതല്ലാണ്ട് നമ്മുടെ നെക്സ്റ്റ് റിലവൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ജൂറിസ്ഡിക്ഷന്, അതുപോലെ തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ജൂറിസ്ഡിക്ഷൻ, ലിസ്റ്റ് ഓഫ് അതോറിറ്റി, സ്റ്റേറ്റ്മെന്റ് ഓഫ് ജൂറിസ്ഡിക്ഷൻ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ആണ് അടുത്ത ഇത് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രപ്പോസിഷൻ ഉണ്ടല്ലോ, മൂട്ട് പ്രപ്പോസിഷന്റെ തന്നെ ഒരു ഡിഫറെന്റ് വേർഷൻ ആയിട്ടാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള മൂട്ട് പ്രപ്പോസിഷൻ നോർമലി ഒരു നല്ല പ്രപ്പോസിഷന് 4 പേജ് മുതൽ 7 പേജ് വരെ വരാം. അത് ഡിപ്പെൻഡ്സ് ഓൺ ഹൂസ് എ പേഴ്സൺ ഹൂസ് ഡ്രാഫ്റ്റിംഗ് ഇറ്റ്. നമ്മൾ ചിലപ്പം ലുത്ര മൂട്ടും അതേപോലെയുള്ള ചില മൂട്ടുകളിൽ നമ്മൾ അത്രയും വലിയ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള പ്രപ്പോസിഷൻ കണ്ടിട്ടുണ്ട്. ചെറിയ പ്രപ്പോസിഷൻസ്, അതായത് 2-3 പേജിൽ വരുന്ന പ്രപ്പോസിഷനും കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ആവശ്യമുള്ള ഫാക്ട്സ് ക്രിസ്പായിട്ട് ഒരു 1.5 പേജിലോ എഴുതുന്നതിനാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ കേസ് അങ്ങനെ തന്നെ കോപ്പി ചെയ്യുന്നതല്ല. നമ്മുടെ കേസ് നമ്മുടെ നറേഷനിൽ എന്താണ് ഉണ്ടായത്, നമ്മൾ അത് പ്രപ്പോസിഷന്റെ ബേസിസിലാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു പ്രപ്പോസിഷൻ സമ്മറി ആയിട്ട് പറയാം. നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട് നമുക്ക് വേണമെങ്കിൽ പ്രപ്പോസിഷൻ സമ്മറി ആയിട്ട് പറയാം. കാരണം നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഓൾറെഡി പ്രപ്പോസിഷൻ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ കുറച്ചുകൂടി ക്രിസ്പായിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്റ്റും അതിനുശേഷം ഇഷ്യൂസ് ഫോർ കൺസിഡറേഷനും ആണുള്ളത്. ഇഷ്യൂസ് ഫോർ കൺസിഡറേഷൻ നോർമലി പ്രപ്പോസിഷന്റെ താഴെ, പ്രപ്പോസിഷന്റെ മൊത്തം കണ്ടന്റ്, മൂട്ടിന്റെ പ്രപ്പോസിഷന്റെ മൊത്തം കണ്ടന്റ് കണ്ടു കഴിഞ്ഞ് താഴെ ഒരു ലിസ്റ്റ് ആയിട്ട് പ്രപ്പോസിഷന് കണ്ടിട്ടുണ്ടാകും. അത് ലിസ്റ്റ് ഈ പ്രപ്പോസിഷനിൽ ഈ 4 ഇഷ്യൂസ് ഒക്കെ തന്നിട്ടുണ്ടാകും. നോർമലി എന്താ സംഭവിക്കുക, ഇത് എഗെയിൻ ഇതൊന്നും ഒരു സ്ട്രിക്റ്റ് റൂൾ അല്ല. എങ്ങനെ പ്രപ്പോസിഷൻ ഇടണം, എങ്ങനെ കണ്ടന്റ് ഇടണം എന്നൊക്കെ
ഈ കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യുന്ന ഓർഗനൈസേഴ്സിന്റെ താല്പര്യം പോലെയാണ്. ചിലപ്പം ചില ഓർഗനൈസേഴ്സ് ഫാക്ട്സിന്റെ താഴെ ഒരു ലിസ്റ്റ് ഓഫ് റെലവൻറ്റ് ഇഷ്യൂസ് തരും, ചിലർ തരില്ല. നോർമൽ കേസിൽ നമുക്ക് കൂടുതലായിട്ടും അത്തരത്തിൽ ലിസ്റ്റ് കിട്ടാനാണ് സാധ്യത കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും വായിക്കുമ്പോൾ ഈ ഈ ഈ ഇഷ്യൂസ് തരുന്നത് ആക്ച്വലി ഒരു ഓർഗനൈസറിന്റെ പെർസ്പെക്റ്റീവിൽ ഇഷ്യൂസ് തരുന്നത് അവർക്കും നല്ലതാണ്. കാരണം നമ്മൾ 2 ടീമുകളാണ്. ഐ ഹോപ്പ് യു നോ വാട്ട് ഹാപ്പൻസ് ഇൻ മൂട്ട് കോർട്ട് ഹാൾസ്. ഇതൊക്കെ ഞാൻ സീയിങ് വിത്ത് ബേസിക് അസംഷൻ ദാറ്റ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും മൂട്ട് എന്താണെന്ന് അറിയുന്നവരാണെന്നുള്ള ബേസിക് അസംഷൻസിലാണ് ഞാനിത് പറയുന്നത്. അറ്റ് എനി പോയിന്റ് ഞാൻ പറയുന്ന സാധനം സെൻസിബിൾ ആവുന്നില്ലെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ആൻഡ് ആസ്ക് മീ. നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്കിത് അറിയില്ല എന്ന്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂട്ട് മെമ്മോറിയൽ സബ്മിഷൻ കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ശരിക്കും നടക്കുന്നത് ഓറൽ ആർഗ്യുമെന്റ്സ് ആണ്. അപ്പൊ ഈ ഓറൽ ആർഗ്യുമെന്റ്സിന്റെ സമയത്ത് 2 പാർട്ടീസ് പരസ്പരമാണ് കമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടീസ് 2 പേര് കമ്പീറ്റ് ചെയ്യുമ്പോൾ ജഡ്ജസ് മാർക്ക് ഇടാനിരിക്കുന്ന ജഡ്ജസ് ഉണ്ടാവല്ലോ, അവർക്ക് മുന്നിൽ 2 പാർട്ടീസും ഒരേപോലത്തെ ഇഷ്യൂസ് കൊണ്ടുവരുന്നതാണ് ഓർഗനൈസേഴ്സിന് നല്ലത്. അപ്പൊ അതുകൊണ്ട് പലപ്പോഴും അല്ല മിക്കപ്പോഴും ഈ പ്രൊപ്പോസിഷൻ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഓർഗനൈസേഴ്സ് ഇഷ്യൂസ് തരും. എന്നിട്ട് ചിലപ്പം പറയും ഈ ഇഷ്യൂസ് മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും ചില ഓർഗനൈസേഴ്സ് പറയും ഈ ഇഷ്യൂസ് മാത്രമല്ല, ഇതിൽ കൂടുതൽ ഇഷ്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അഗെയിൻ ഇത് വെരി ടിപ്പിക്കലി ഓർഗനൈസേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന ഒരു ഡിസിഷൻ ആണ്. നമുക്ക് ആ പ്രൊപ്പോഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഈ ഇഷ്യൂസിന്റെ മുകളിൽ നമുക്ക് കൂടുതൽ ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ ഈ ഇഷ്യൂസ് മാത്രം നിൽക്കാൻ പറ്റുമെന്നു. ഇഫ് ഇൻ കേസ് നമ്മുടെ മൂട്ടിന്റെ പ്രൊപ്പോസിഷൻ സൈലന്റ് ആണ് എങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഴ്സ് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇഷ്യൂസ് ഫ്രെയിം ചെയ്യാം. സാധാരണ നിങ്ങളൊരു 10 ഇഷ്യൂസ് എക്സ്ട്രാ ഫ്രെയിം ചെയ്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്കൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ഇഷ്യൂസിന്റെ ഡെപ്ത് വരുന്നത് തന്നിരിക്കുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ മുകളിൽ സബ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഇംപ്രസീവ് ആവുന്ന ഒരു ആക്ട്. റാദർ ദെൻ നമ്മൾ ഓൾറെഡി കയ്യിലുള്ള സെക്ഷൻസ്, നമ്മൾ ഓൾറെഡി ഉള്ള ഇഷ്യൂസിന്റെ എണ്ണം കൂട്ടുന്നതിൽ അർത്ഥം ഇല്ല. കാരണം ദാറ്റ് ഇസ് നോട്ട് റിയലി ഒരു ഗുഡ് സ്ട്രാറ്റജി എനിക്ക് ഞാൻ because I have been a mooter when I was studying and also been inside the moot court society for a long time. Organizer perspective, student perspective, it is better for you to create sub issues rather than to create a completely new issue. അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസർ തീരെ കൺസിഡർ ചെയ്യാത്തൊരു ഇഷ്യൂ ആയിരിക്കും, ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണെങ്കിൽ ആ ഇഷ്യൂ റേസ് ചെയ്യാം എന്നല്ലാണ്ട് പുതുതായിട്ട് ഇഷ്യൂസ് റേസ് ചെയ്യാത്തതാണ് നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഉള്ളത്. അപ്പോൾ എനിവേസ് ഇഷ്യൂസ് ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഈ ഇഷ്യൂസ് ഫ്രെയിം ചെയ്യുന്നതും നമ്മൾ ഇത്ര നേരം സംസാരിച്ചതിന് കുറച്ച് മുന്നേ നമ്മൾ സംസാരിച്ച ലീഗൽ റിസർച്ച് റൈറ്റിങ്ങിലെ ഇഷ്യൂസ് ഡ്രാഫ്റ്റിങ്ങിനും ഒരു തരത്തിലുള്ള സിമിലാരിറ്റി ഉണ്ട്. ഇത് സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഈ ഇഷ്യൂസിന്റെ ബേസിസിലാണ് ബാക്കിയുള്ള കണ്ടന്റ് മൊത്തം വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇഷ്യൂസ് കോർ ഇഷ്യൂസ് ആവുക, നമ്മൾ റെലവെന്റ് ഇഷ്യൂസ് ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ നമ്മൾ ആർട്ടിക്കിൾ എഴുതാൻ പോവുകയാണെങ്കിലും നമ്മൾ മെമ്മോറിയൽ എഴുതാൻ പോവുകയാണെങ്കിലും നമ്മൾ എഴുതുന്ന ആർട്ടിക്കിൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നറിയണം നമുക്ക്. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് റൈറ്റിംഗ് ദിസ് ഡോക്യുമെന്റ്? നിങ്ങൾ എന്തിനാണ് ഈ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് റിസർച്ച് മെമ്മോറിയൽ എഴുതിയിരിക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഇത് എഴുതുന്നത്? അപ്പോൾ പറയാൻ പോകുന്ന കാര്യം എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ഇഷ്യൂസ് ആണ്. എന്തോ പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിന്റെ മുകളിൽ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്, അതിനാണ് ഞാൻ എഴുതുന്നത്. അത് ഞാൻ ആർട്ടിക്കിൾ എഴുതിയാലും ശരി, മെമ്മോറിയൽ എഴുതിയാലും ശരി, ഈ പ്രശ്നത്തിന് മുകളിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ആ ഇഷ്യൂ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ചില സമയത്ത് നമ്മൾ ഈ ഇഷ്യൂ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ബേസിക് സാധനം, ലീഗൽ ഇഷ്യൂസ് ആണ് എപ്പോഴും ഇമ്പോർട്ടൻ്റ്, ഫാക്ച്വൽ ഇഷ്യൂസ് അല്ല. ഫാക്ച്വൽ ഇഷ്യൂസ് നിങ്ങൾ ലീഗൽ റിസർച്ച് ആർട്ടിക്കിൾ എഴുതാന്ന് വിചാരിക്കും. ആർട്ടിക്കിൾ എഴുതുന്ന സമയത്തും ഫാക്ച്വൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്കിൽ ആ ഫാക്ച്വൽ ഇഷ്യൂസ് എപ്പോഴും അത് ഒരു ഡിബേറ്റ് പോലെയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പരസ്പരം ഡിബേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാക്ച്വൽ ഡിബേറ്റ്സ് നടക്കുക കൂടുതലും. അവനവിടെ പോയോ, ഇവിടെ വന്നോ, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞു, ഈ ഗവൺമെന്റിന്റെ ഈ പോളിസി ശരിയാണോ, അങ്ങനെയുള്ള ഫാക്ച്വൽ സാധനങ്ങൾ നമ്മൾ പറയും. ഫാക്ച്വൽ റിസർച്ചുകൾക്ക്
വലിയ സ്കോപ്പ് ലീഗൽ റിസർച്ചിലില്ല. കാരണം ലീഗൽ റിസർച്ചിലെ ഇമ്പോർട്ടൻസ് ലോ പോയിന്റ്സിന്റെ മുകളിലാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കമ്മ്യൂണിറ്റി സർവീസ്, നമ്മളിപ്പം സംസാരിച്ച കമ്മ്യൂണിറ്റി സർവീസ് ആണല്ലോ. കമ്മ്യൂണിറ്റി സർവീസ് എഫിഷ്യന്റ് ആണോ എന്നാണ് നമ്മുടെ ചോദ്യം എന്നിരിക്കെ, എങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻസി പറയാൻ? നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റും, കമ്മ്യൂണിറ്റി സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി കൂടുതലായിട്ടുള്ള ഹാബിച്വൽ ഒഫൻഡേഴ്സ് കുറയുന്നുണ്ടോ? അതായത് പലതവണ ക്രൈം ചെയ്യുന്ന ഒരാള്, അതായത് ഒരു തവണ ക്രൈം ചെയ്ത ആൾ വീണ്ടും ക്രൈം ചെയ്യാനുള്ള സാധ്യത കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ടോ കമ്മ്യൂണിറ്റി സർവീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി എന്നാക്കാം നമുക്ക് ചോദ്യം. അപ്പൊ എന്തേ കുറച്ചും കൂടെ ഇത് ഫാക്ച്വൽ സാധനം മാത്രമല്ല, അത് ഈ പറയുന്ന ആൻസർ ചിലപ്പോൾ മേ ബി ഫാക്ച്വലി നമ്മൾ റിസർച്ച് ചെയ്തെടുക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾ എന്താ പഠിക്കാൻ പറ്റുന്നത്? കമ്മ്യൂണിറ്റി സർവീസിന്റെ ഇഫക്റ്റീവ്നെസ് നമ്മളവിടെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെ എഫക്റ്റീവ്നെസ് ടെസ്റ്റ് ചെയ്യാം? ഈ കമ്മ്യൂണിറ്റി സർവീസ് നമ്മൾ നമ്മൾ സൊസൈറ്റിയിൽ ചെയ്യുന്നതുണ്ടെങ്കിൽ, അതായത് കോടതികൾ ഒരു പണിഷ്മെന്റിന്റെ ഫോമിൽ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് ആളുകൾ ഈ പറയുന്ന ഹാബിച്വൽ ഒഫൻഡേഴ്സ് ഉണ്ടാവുന്നില്ല, റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ്, ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്നല്ല റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ് ഉണ്ടാവുന്നില്ല. റിപ്പീറ്റഡ് ഒഫൻസ് എന്ന് പറഞ്ഞാൽ ഒരു തവണ ഒരേ ക്രൈമും പലതവണ ചെയ്യുന്ന വ്യക്തി, ഇപ്പം ഒരു മർഡർ ചെയ്ത് അടുത്ത വീണ്ടും മർഡർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ആൾക്കാരെ നമ്മൾ റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ റിപ്പീറ്റഡ് ഒഫൻഡേഴ്സ് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതും ഒരു ലീഗൽ വിൻ ആണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ വേണമെങ്കിൽ അതിനെ ലീഗൽ ഇഷ്യൂനെ കാണിക്കാം. നമ്മൾ മൂട്ടിൽ പറയേണ്ട ആവശ്യമില്ല. മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻസ് എപ്പോഴും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലീഗൽ ഡിസ്കഷൻ ആണ്. അവിടെ ഒരു തരത്തിലുള്ള ഫാക്ച്വൽ ഡിബേറ്റ്സും നടക്കില്ല. അപ്പം വൺ ഓഫ് ദ കോർ ഐഡിയ ഇസ് ദാറ്റ് മൂട്ടിൽ ഒരിക്കലും ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ഇല്ല. ഞാൻ അവിടെ പോയോ ഇല്ലയോ എന്ന് ഒരിക്കലും നമുക്ക് മൂട്ടിൽ ചോദിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേറെ ചോദിക്കാൻ പറ്റുന്നത്, മൂട്ടിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ, ഈ കേസ് കോടതിക്ക് മുന്നിൽ പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ലോക്കസ് സ്റ്റാൻഡി എന്ന് നമ്മൾ ഇതിനെ ലീഗലി പറയില്ല. ആ ലോക്കസ് സ്റ്റാൻഡിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് ലീഗലി ഡിബേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ്. അത്തരം ഇഷ്യൂസിനെ മാത്രമേ നമ്മൾ മൂട്ട് കോർട്ടുകളിൽ ചെയ്യത്തുള്ളൂ. ലീഗൽ ഫാക്ച്വലി ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്ന ഇഷ്യൂസിനെ ഒരിക്കലും നമ്മൾ മൂട്ടിൽ ചെയ്യില്ല. ലീഗൽ റിസർച്ചിലും അത്തരത്തിലുള്ള ഡിബേറ്റ്സ്, അത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഭയങ്കര ലിമിറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുക. കാരണം നമുക്ക് എപ്പോഴും ഓക്കെ ശരി ഇതൊക്കെ ഫാക്ട്, അതുകൊണ്ട് എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകും. ആ ചോദ്യത്തിന് എപ്പോഴും ഒരു ലീഗൽ ബാക്കിംഗ് വേണം, ലീഗൽ ആൻസർ വേണം. ആ ലീഗൽ ആൻസർ ഇസ് ഓൺലി പോസിബിൾ ഇഫ് യു ആക്ച്വലി ഹാവ് എ ലീഗൽ റിസർച്ച്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞു വന്നിരിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇഷ്യൂസ് ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ ലീഗൽ ആർട്ടിക്കിളിന് വേണ്ടി എഴുതുവാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മുടെ മൂട്ട് കോർട്ട് പ്രൊപ്പോസിഷന് വേണ്ടി എഴുതുവാണെങ്കിൽ, അസൈൻമെന്റ് എഴുതുമ്പോൾ പോലും ഫാക്ച്വൽ കണ്ടന്റ്, ഫാക്ച്വൽ ഇഷ്യൂസ് റെലവെന്റ് അല്ല. റെലവൻസി ലീഗൽ ഇഷ്യൂസ് ആണ്. എപ്പോഴാണ് ഫാക്ച്വൽ ഇഷ്യൂസ് റെലവെന്റ് ആവുക? ഫാക്റ്റിൽ വരുന്ന മാറ്റം കൊണ്ട് ലോയിൽ മാറ്റം സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നെങ്കിൽ മാത്രമേ ഫാക്ട് ഇഷ്യൂ ആവത്തുള്ളൂ. അതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ മുന്നിൽ CRPC ഒഴിവാക്കിയിട്ട് BNSS വന്നല്ലോ. ഇപ്പൊ BNSS നിലവിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഇനാക്ട്മെന്റ് കഴിഞ്ഞത് ഇൻഎഫക്റ്റിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ജൂലൈ 2024 അപ്പം ഇമാജിൻ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യപ്പെട്ടു. എത്ര മണിക്ക്? 31 ഓഗസ്റ്റ് ജൂണില് 31 ജൂണിൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തപ്പോൾ ജൂൺ 31 ഉണ്ടാവില്ലേ? കൗണ്ട് ചെയ്യാൻ നോക്കാം. ഇമാജിൻ 31 ഉണ്ട്, ജസ്റ്റ് വണ്ടറിങ് 31 ഉണ്ട് ആയിരിക്കും. അപ്പം നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യന് ഈ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്രൈമിന് നമ്മൾ BNS വഴി IPC പ്രകാരം ശിക്ഷിക്കുകയോ അത് നമ്മുടെ പുതിയ സംഹിത വഴി ശിക്ഷിക്കുകയോ എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ഇനാക്ട് ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നിൽ വന്ന ക്രൈം ആണെങ്കിൽ നമ്മുടെ IPC വഴിയും, സംഹിത ഇനാക്ട് ചെയ്ത നെക്സ്റ്റ് ടൈം അതായത് തൊട്ട് അടുത്ത നിമിഷം മുതൽ വന്ന ക്രൈം ആണെങ്കിൽ നമ്മുടെ BNS വഴിയുമാണ് നമ്മൾ അയാളെ ശിക്ഷിക്കാൻ പോകുന്നത്. അപ്പൊ ഇയാളെ ശിക്ഷിക്കാൻ IPC ഉപയോഗിക്കണോ BNS ഉപയോഗിക്കണോ എന്നുള്ളതിന് തീരുമാനം എടുക്കേണ്ടത് എവിടെ? അതൊരു ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ IPC യൂസ് ചെയ്യണോ BNS യൂസ് ചെയ്യണോ എന്നുള്ളത് ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ലീഗൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? ഫാക്ച്വൽ ആയിട്ട് അറിയണം. ഇയാള് കമ്മിറ്റ് ചെയ്ത സമയം എപ്പോഴാണ്,
എത്ര മിനിറ്റ് ഉണ്ട്, എത്ര സെക്കൻഡ് ഉണ്ട് നമ്മൾ അറിയണം. അതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യനാണ്, പക്ഷെ അതിന് ലീഗൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ വരുന്ന ലീഗൽ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യൂ. അല്ലാത്തതെല്ലാം നമ്മൾ ലീഗൽ ക്വസ്റ്റ്യൻസ് ആണ് കൺസിഡർ ചെയ്യുക. അപ്പൊ നമ്മൾ ഇഷ്യൂ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ റിസർച്ചിങ് ഡ്രാഫ്റ്റ് ചെയ്യുവാണെങ്കിലും ശരി, മെമ്മോയിൽ പ്രൊപ്പോസിഷൻ ഡ്രാഫ്റ്റ് ചെയ്യുവാണെങ്കിലും ശരി, ഈ ഇഷ്യൂസ് നമ്മൾ എപ്പോഴും ബേസിക് ആയിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് മാത്രമേ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടുള്ളൂ. ഈ നമ്മളിപ്പോൾ ഈ മെമ്മോറിയലിൽ തന്നെ നമ്മൾ ഇഷ്യൂസ് ഫോർ കൺസിഡറേഷനിൽ പോയാൽ നമുക്ക് മനസ്സിലാവും ഇതാണ് ഇഷ്യൂസ്. ഈ സെക്ഷൻ 3 ക്ലോസ് 4 ഓഫ് ദ കോമ്പറ്റീഷൻ ആക്ടിനെ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ, സെക്ഷൻ 4 ഡോമിനന്റ് പൊസിഷനെ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം കോമ്പറ്റീഷൻ ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. പക്ഷെ ഇതെല്ലാം ലീഗൽ ക്വസ്റ്റ്യൻസാണ്. 3(4) സെക്ഷൻ 3 ക്ലോസ് 4 കോമ്പറ്റീഷൻ ആക്ടിലെ 3 ക്ലോസ് 4 വയലേറ്റ് ചെയ്തിട്ടുണ്ടോ, സെക്ഷൻ 4 കോമ്പറ്റീഷൻ ആക്ടിലെ സെക്ഷൻ 4 വയലേറ്റ് ചെയ്തിട്ടുണ്ടോ, 1 കോമ്പറ്റീഷൻ ആക്ടിലെ വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതാണ് ഇഷ്യൂസ്. അപ്പൊ ഈ ഇഷ്യൂസിന്റെ ബേസിക്സ് എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ഇഷ്യൂസ് എല്ലാം ബേസിക് ആയിട്ട് പറയുന്നത് എന്താണ്, ഇത് ലീഗൽ ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫണ്ടമെന്റലി ലീഗൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ കവർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ലീഗൽ ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കുക. ലീഗൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇതിന്റെ ആർഗ്യുമെന്റ്സും ലീഗൽ ആർഗ്യുമെന്റ്സ് ആയിരിക്കണം. ലീഗൽ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ലോ ബേസിസിലുള്ള ആർഗ്യുമെന്റ്സ് ആയിരിക്കണം. ഞാൻ അവിടെ പോയി ഇയാളെ കണ്ടു, അല്ലെങ്കിൽ ഇന്ന ആളിങ്ങനെ എന്നോട് സംസാരിച്ചു എന്നുള്ളതൊന്നും റെലവെന്റ് അല്ല. റെലവെന്റ് ആവുന്നത് എപ്പോഴും ലീഗൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ നോർമലി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോന്റെ ആർട്ടിക്കിൾ, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോന്റെ മൂട്ട് എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എപ്പോഴും സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ പറയുന്ന കേസ് മെയിൻറ്റെയിനബിൾ ആണോ എന്ന് ചോദിക്കും. അതായത് ഒരു പെർട്ടിക്കുലർ ബെഞ്ചിന്റെ മുമ്പിൽ അതായത് നമ്മൾ സുപ്രീം കോടതിക്ക് മുന്നിൽ ഫയൽ ചെയ്ത ഒരു കേസാണ്, റിട്ട് പെറ്റീഷൻ ആണെങ്കിൽ ഈ റിട്ട് മെയിൻറ്റെയിനബിൾ ആണോ എന്ന് ചോദിക്കും. അപ്പൊ മെയിൻറ്റെയിനബിൾ ആണോ എന്ന ചോദ്യം ഒരു ലീഗൽ ക്വസ്റ്റ്യൻ ആണ്. അത് മെയിൻറ്റെയിനബിൾ ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് ലോക്കസ് സ്റ്റാൻഡായി വേണം. മെയിൻറ്റെയിനബിലിറ്റി ഉണ്ടെങ്കിൽ ലോക്കസ് സ്റ്റാൻഡായി ആണ്. ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് യുവർ കണ്ടീഷൻ, വാട്ട് ഈസ് യുവർ ക്രൈറ്റീരിയ, വാട്ട് ഈസ് യുവർ സ്റ്റാൻഡിങ് ടു കം ബിഫോർ ലോ. നമുക്ക് നോർമലി നമ്മുടെ ഏതെങ്കിലും റൈറ്റ് വയലേറ്റ് ചെയ്ത്, ബേസിക് ലോ ഇസ് ലൈക്ക്, നമുക്ക് എപ്പോഴാണ് കോടതിക്ക് മുന്നിൽ എത്താൻ പറ്റുക, എപ്പോഴും നമ്മുടെ ഏതെങ്കിലും അവകാശം ആരെങ്കിലും വയലേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കോടതിക്ക് മുന്നിൽ എത്താൻ പറ്റത്തുള്ളൂ. അപ്പം ഈ കാര്യം വയലേറ്റ് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ വയലേഷൻ ഓഫ് എ ലീഗൽ റൈറ്റ് ഇസ് എ ബേസിക് ഓഫ് എനി കൈൻഡ് ഓഫ് ലീഗൽ റെമഡി. ഏതൊരു ലീഗൽ റിക്കോഴ്സിന്റെയും ബേസിക് ക്വസ്റ്റ്യൻ നിങ്ങളുടെ റൈറ്റ് വയലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പം നിങ്ങൾ റൈറ്റ് വയലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കോടതിയിൽ പോവാം. നിങ്ങളുടെ റൈറ്റ് വയലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റും. അപ്പൊ എന്താണ് നിങ്ങളുടെ റൈറ്റ്? ഇപ്പൊ നമ്മള് എൻവയോൺമെന്റ് പൊല്യൂഷൻ ആണ് നടക്കുന്നത്. നമ്മള് റിവറുകൾ, നമ്മുടെ കല്ലുത്തങ്കടവ് കനാലുണ്ട് ഇവിടെ, കോഴിക്കോട് കല്ലുത്തങ്കടവ് ഇസ് വെരി ഫേമസ്. കല്ലുത്തങ്കടവ് കനാലിൽ മൊത്തം വേസ്റ്റ് ഡംപ് ചെയ്യുകയാണ്. അത് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഇമാജിൻ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയാണ് ആ വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് കേസ് കൊടുക്കാൻ പറ്റും. ഈ റിവറിന്, ഈ കനാലിന് ഈ ഇൻഡസ്ട്രി നശിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പറ്റും. ആ ക്വസ്റ്റ്യനെയാണ് നമ്മൾ ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയുന്നത്. ചില പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻസിൽ ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞ എലമെന്റ് ഭയങ്കര ബ്രോഡായിട്ട് കാണും. അല്ലാണ്ട് പ്രൈവറ്റ് റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എന്റെ ഭർത്താവിന്റെ അടുത്ത് നിന്ന് ഒരാള് ചീറ്റ് ചെയ്തിട്ട് 5 ലക്ഷം വാങ്ങിച്ചു, എനിക്ക് പോയി കേസ് കൊടുക്കാൻ പറ്റും? അതെനിക്ക് എന്റെ ഭർത്താവ് തന്നെ വന്ന് കേസ് കൊടുക്കണം? ഈ ക്വസ്റ്റ്യൻ ആണ് ലോക്കസ് സ്റ്റാൻഡിന്റെ ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. ഇതൊക്കെ മോർ ഡെപ്തിൽ ഡിസ്കസ് ചെയ്യേണ്ട കോൺസെപ്റ്റ്സ് ആണ്. ഞാൻ ബേസിക് ആയിട്ട് ഭയങ്കര പെരിഫറൽ ആയിട്ട് കവർ ചെയ്ത് പോവാണ്. ബിക്കോസ് ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കേസസ് ആണ് സംസാരിക്കുന്നതെങ്കിൽ മെയിൻറ്റെയിനബിലിറ്റി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. മെയിൻറ്റെയിനബിലിറ്റിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ലോക്കസ് സ്റ്റാൻഡി ആണ്. ലോക്കസ് സ്റ്റാൻഡി അല്ലാണ്ട് ഓൾട്ടർനേറ്റീവ് റെമഡി, ഡോക്ട്രിൻ ഓഫ് ഓൾട്ടർനേറ്റീവ് റെമഡി എന്ന് പറയും. നിങ്ങൾ എന്തിനാണ് 32 ഉപയോഗിച്ചത്? നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയാൽ ഇതിനെക്കാട്ടും ബെറ്റർ റെമഡി കിട്ടുമായിരുന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? അത്രയും ക്വസ്റ്റ്യൻസിനെ ചോദിക്കുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ഓൾട്ടർനേറ്റീവ് റെമഡി എന്ന് പറയുന്നത്. അപ്പം അത്രയും നോക്കി കഴിഞ്ഞതിന് ശേഷം അത്രയും പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻറ്റെയിനബിലിറ്റി ഏകദേശം ഒരു സെറ്റ് തീരുമാനമാകും. അപ്പൊ അങ്ങനെ തീരുമാനമായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ ബാക്കി ഇഷ്യൂസിലേക്ക് പോകാം. അപ്പം പറഞ്ഞു വരുന്നത്
ഇഷ്യൂസ് എപ്പോഴും ഇഷ്യൂസ് ആയാലും നമ്മുടെ ആർഗ്യുമെന്റ്സ് ആയാലും ലീഗൽ ഇഷ്യൂസും ലീഗൽ ആർഗ്യുമെന്റ്സും മാത്രമാണ് നമ്മുടെ കൺസിഡറേഷൻ. നമ്മൾ ആർട്ടിക്കിൾ എഴുതുമ്പോഴാണെങ്കിലും ശരി, നമ്മുടെ മെമ്മോറിയൽ എഴുതുവാണെങ്കിലും ശരി, നമ്മുടെ ഡിസ്കഷൻസ് factual ബേസിസിലാവരുത്. ബിക്കോസ് ഫാക്ട് ഇസ് ഓൾസോ, അഗെയിൻ ആസ് എ ലോയർ, ഫാക്ട് ഇസ് ഓൾസോ വെരി സബ്ജക്റ്റീവ്. നമ്മൾ കാണുന്ന എല്ലാം ശരിയാവണമെന്ന് നിർബന്ധമില്ല, നമ്മൾ കേൾക്കുന്ന എല്ലാം ശരിയാവണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് വെരി സബ്ജക്റ്റീവ്. നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ലീഗൽ റിസർച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ് എപ്പോഴും ഒരു മിനിറ്റ്, നമ്മുടെ ഫോക്കസ് എപ്പോഴും പോവേണ്ടത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ലീഗൽ പ്രിൻസിപ്പിൾസിന്റെ മുകളിലാണ്. അപ്പം ഈ നമ്മുടെ മുന്നിലുള്ള നിങ്ങളുടെ മുന്നിലുള്ള സ്ക്രീനിൽ കണ്ട നിങ്ങൾക്ക് മനസ്സിലായി, ഇതെല്ലാം കവർ ചെയ്തിരിക്കുന്നത് ലീഗൽ ഇഷ്യൂസ് തന്നെയാണ്. അപ്പം ലീഗൽ ഇഷ്യൂസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ആർഗ്യുമെന്റ്സ്, ഇപ്പൊ നെക്സ്റ്റ് പേജ് മുതൽ ഇതിന്റെ ആർഗ്യുമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യും. ഈ ആർഗ്യുമെന്റ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഓരോ പേജിൽ 2 രീതിയിലാണ് ആർഗ്യുമെന്റ്സ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. സമ്മറി ഓഫ് ആർഗ്യുമെന്റും ഡീറ്റെയിൽ ആർഗ്യുമെന്റും. സമ്മറി ഓഫ് ആർഗ്യുമെന്റ് നമ്മൾ സാധാരണ പറയുന്നത്, നമ്മൾ പറഞ്ഞ ഇഷ്യൂസിന്റെ ഒരു ആർഗ്യുമെന്റ് ഒരു പാരഗ്രാഫിൽ, ചെറിയൊരു ഇത് നോക്കിയാൽ മനസ്സിലാവും. ഇത് ജസ്റ്റ് ഒരു പാരഗ്രാഫിൽ ഒരു 3-4 സെന്റൻസ് വെച്ചിട്ട് നമ്മൾ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ മെയിൻ പോയിന്റ് എന്താണെന്ന് പറയുന്നതാണ് ഈ സമ്മറി ഓഫ് ആർഗ്യുമെന്റ്. എല്ലാ ഇഷ്യൂവിനും സമ്മറി ഓഫ് ആർഗ്യുമെന്റ്സ് ഉണ്ടാകും. ഇഷ്യൂ ബി, ഇഷ്യൂ സി ആണെങ്കിലും എല്ലാറ്റിനും ഒരു സമ്മറി ഓഫ് ആർഗ്യുമെന്റ് ഉണ്ടാകും. സമ്മറി ഓഫ് ആർഗ്യുമെന്റ് ടെൻഡേറ്റീവ്ലി ബെസ്റ്റ് എന്താന്ന് വെച്ചാൽ അത് ഒരു പേജിലോ അല്ലെങ്കിൽ 1.5 പേജിലോ തീർക്കുക എന്നുള്ളത്. ഒരുപാട് ഇലോബറേറ്റ് ആയിട്ട് സമ്മറി ഓഫ് ആർഗ്യുമെന്റ്സ് എഴുതുന്നതുകൊണ്ട് വലിയ ഗുണമുണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഈ സമ്മറി ഓഫ് ആർഗ്യുമെന്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മെയിൻ കണ്ടന്റ് വരുന്നത്. ഇതിൽ ആണ് നമ്മുടെ റിട്ടൺ സബ്മിഷൻ, നമ്മളെ ഡീറ്റെയിൽഡ് ആർഗ്യുമെന്റ് വരാം. ഈ റൈറ്റിംഗ് പ്രോസസ്സാണ് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇത് ഐ എം ജസ്റ്റ് ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ ആസ് എ വെരി വെരി പ്രൈമറി ഐഡിയ. വൺ ഇസ്, നമ്മളൊരു സമ്മറി ഓഫ് ആർഗ്യുമെന്റ്സ് കഴിഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആർഗ്യുമെന്റ്സിലേക്ക് വരും. ഡീറ്റെയിൽ ആർഗ്യുമെന്റ്സ് വരുമ്പോൾ ഓരോ ഇഷ്യൂ ബേസിസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ എഴുതുക. അതിപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ എഴുതുവാണെങ്കിലും ശരി, നമ്മളിങ്ങനെ മെമ്മോറിയൽ എഴുതുവാണെങ്കിലും ശരി, നമ്മൾ കണ്ട് വെച്ചിരിക്കുന്ന റിസർച്ച് പ്രോബ്ലംസ് ഉണ്ടല്ലോ, ആ റിസർച്ച് ഇഷ്യൂസ് ഉണ്ടല്ലോ, ആ ഇഷ്യൂസ് ഓരോന്നെടുത്ത് ആ ഓരോ ഇഷ്യൂസിനെ ആൻസർ ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്ത് അതൊരു കമ്പൈൻ ചെയ്ത് ഒരു പീസ് ആക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് റൈറ്റിംഗ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇഷ്യൂ എടുക്കുക. ഫസ്റ്റ് ഇഷ്യൂ എടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ ഇപ്പൊ നിങ്ങൾ ലുക്ക് അറ്റ് മൈ സ്ക്രീൻ, ഈ ഇഷ്യൂസിന്റെ മുകളിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് റേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇഷ്യൂ എ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അതിന് താഴെ ഒരു പാരഗ്രാഫും, ആ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഓപ്ഷൻ 1 എന്ന് പോയിന്റ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി. പിന്നെ ആ സ്റ്റേറ്റ്മെന്റിന്റെ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻസ് ആണ് താഴെ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഇത് കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ സെക്കൻഡ് ഇഷ്യൂ, ഇതിന്റെ തന്നെ സെക്കൻഡ് കണ്ടന്റ്, അതായത് ഒരേ ഇഷ്യൂവിന്റെ മുകളിൽ നമ്മൾ റേസ് ചെയ്യാൻ മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് നമുക്ക് ഉണ്ടാകും. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻറ്റനബിലിറ്റി ആണ് ഇഷ്യൂ എന്ന് വിചാരിക്കുക. കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻറ്റനബിലിറ്റി ആണ് നമ്മുടെ ഇഷ്യൂ എങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലോക്കസ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ വരും, ഡോക്ട്രിൻ ഓഫ് ഓൾട്ടർനേറ്റീവ് റെമഡി വരും. ഇനി അതല്ല 32 തന്നെ വാലിഡ് ആണോ, നമ്മുടെ എന്തെങ്കിലും റൈറ്റ് വയലേഷൻ ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരും. അപ്പൊ ഇത് ഓരോന്നും 1, 2, 3 എന്ന് പറഞ്ഞിട്ട് സബ് ടോപ്പിക് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ആർട്ടിക്കിൾ എഴുതുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ മെമ്മോറിയൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തും ഇത്തരത്തിലെ സബ് ഡിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് എഴുതിയിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് ഇറ്റ് ലുക്സ് വെരി റീഡബിൾ. ഇങ്ങനെ ഫോർമാറ്റ് ചെയ്ത് എഴുതുക എന്ന് പറഞ്ഞത് ഭയങ്കര റീഡബിൾ ആയിട്ടിരിക്കും. അതേപോലെ തന്നെ വേറൊരു ഇഷ്യൂ ഓൾട്ടർനേറ്റീവ് ഒരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ചാൽ റീഡബിലിറ്റി മാത്രമല്ല, നമ്മുടെ ഐഡിയാസ് കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്ത് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും നമ്മളിങ്ങനെ സെക്ഷൻസിന്റെ നമ്പർ ഇട്ട് എഴുതുന്നുള്ളത്. ഐ നോ ഇറ്റ് ഇസ് വെരി ബേസിക് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ടു ടെൽ യു ദാറ്റ് യു ഹാവ് ടു പുട്ട് സെക്ഷൻസ് നമ്പർ നോട്ട്, ബട്ട് അപ്പാരന്റ്ലി ഐ ഹാവ് ടു. ബിക്കോസ് ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് മൂട്ടിന് പോകുന്നത്, ഐ നെവർ ഹാഡ് ആൻ ഐഡിയ ഓൺ ഹൗ ടു ഡ്രാഫ്റ്റ് മെമ്മോറിയൽസ് ഓർ വെദർ ഐ ഷുഡ് പുട്ട് ദിസ് paragraph numbers or how whether I should format it in some particular way. അങ്ങനെ ആരും നമുക്കാർക്കും പറഞ്ഞു തരാറില്ല. because that's not how things work at that point. നമ്മൾ പിന്നെയും ലേൺ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇറ്റ് മൈറ്റ് ലുക്ക് സില്ലി ഫോർ യു ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ മെമ്മോറിയൽ കാണുന്ന ലുക്കിനും മാർക്കുണ്ട്. ഹൗ ഡസ്
how do you present your memorial is also a very important question. അത് മെമ്മോറിയൽ മാത്രമല്ല, ലീഗൽ ആർട്ടിക്കിൾസിനും അത് ഉണ്ട്. ദ തിങ് ഇസ്, ആർട്ടിക്കിൾസ് എഴുതുമ്പോൾ നമ്മളിങ്ങനെ പാരഗ്രാഫ് നമ്പർ ഇടില്ല, പകരം നമ്മൾ കണ്ടന്റ് എഴുതും. പക്ഷെ നമ്മൾ സബ് ഡിവിഷൻസ് നടത്തും. നമ്മൾ എഴുതിയ സാധനങ്ങൾ തന്നെ പല സബ് ടോപ്പിക്കുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കും. അത് അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഐഡിയ ഓർഗനൈസ് ചെയ്യാനും ഇത് ബെറ്റർ റീഡബിലിറ്റിയും പ്രൊമോട്ട് ചെയ്യും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിർബന്ധമായിട്ട് ഓർക്കുക, നിങ്ങൾ കണ്ടന്റ് എഴുതി തുടങ്ങുന്ന സമയത്ത് സബ് ഹെഡിങ്സ് ആക്കുക. നിങ്ങൾ ആർഗ്യുമെന്റ്സ്, നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ മുകളിൽ നമുക്ക് മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് ഉണ്ടാകും. ആർഗ്യുമെന്റ്സ് എല്ലാം നിങ്ങൾ റേസ് ചെയ്തോ, പക്ഷെ റേസ് ചെയ്യുന്ന സമയത്ത് ഇത് സബ് ഹെഡിങ്സ് ഇട്ട് കൊടുത്ത് സ്പെസിഫിക് ആയിട്ട് റേസ് ചെയ്യാം. നിർബന്ധം മറ്റും എഴുതേണ്ട വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, എവിടെ നിന്നാണ് ഈ കണ്ടന്റ് കണ്ടുപിടിക്കുക. നിങ്ങൾക്കിപ്പം ആർഗ്യുമെന്റ് ഉണ്ടാക്കണമല്ലോ, ഈ കണ്ടന്റ് എങ്ങനെ എഴുതാം? അഗെയിൻ ഇതൊരാൾക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല ശ്രമിക്കാം. ബേസിക് ഐഡിയ, ഒരാൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത്, നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ എക്സാമിന് ഉത്തരം എഴുതുകയാണെങ്കിലോ, നിങ്ങൾ അസൈൻമെന്റ് എഴുതുകയാണെങ്കിലോ, നിങ്ങൾ മെമ്മോറിയൽ എഴുതുകയാണെങ്കിലോ, എവിടെയാണെങ്കിലും ഒരാൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സിന്റെ പോയിന്റ്സ് നമ്മൾ മുന്നിലുണ്ടാവുമല്ലോ. ഈ പോയിന്റ്സ് എല്ലാം നമ്മുടെ സബ് ടോപ്പിക്സ് ആണ്. നമ്മുടെ അസൈൻമെന്റ് സബ് ടോപ്പിക്സ് ആണ് നമ്മുടെ മുന്നിലുള്ള പോയിന്റ്സ്. ഈ പോയിന്റ്സ് എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കണം. നമുക്ക് ഇപ്പം ഒരാൾ വന്നിട്ട് എന്നോട് ഒരു ഓപ്പൺ ഹാർട്ട് സർജറി എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയില്ല, എൻ്റെ ടോപ്പിക്കല്ല, ഞാൻ മെഡിസിൻ പഠിച്ചിട്ടില്ല, എനിക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഒരാൾ വന്നിട്ട് എന്നോട് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിന്റെ പ്രോബ്ലം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് നമുക്ക് അറിയുന്ന ഏരിയാസ് ആണ്. ചിലപ്പം ഇതിന്റെ ഇൻഡെപ്ത് പോകുന്ന ഒരു ഏരിയ ആണ് വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി ലോയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കമ്പനി ലോയിൽ മൈനോറിറ്റി സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ റോൾ എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ ഐ വിൽ ടേക്ക് സം ടൈം, ബിക്കോസ് എൻ്റെ ഏരിയ അല്ല, ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറയും ഞാൻ വായിച്ചിട്ട് പറഞ്ഞുതരാന്ന്. അപ്പൊ ഞാൻ ആ ഏരിയയെ കുറിച്ച് വായിക്കില്ലേ. അങ്ങനെ വായിക്കുമ്പോഴാണ് എനിക്ക് പോയിന്റ്സ് കിട്ടുക. എനിക്ക് എൻ്റെ കേസിനെ സപ്പോർട്ട് ചെയ്യുന്ന പോയിന്റ്സ് എനിക്ക് ആ സമയത്താണ് കിട്ടുക. ആ കിട്ടുന്ന ഓരോ പോയിന്റ്സും നമ്മുടെ സബ് ടോപ്പിക്സ് ആണ്. നമ്മൾ സബ് ടോപ്പിക്സ് ആയിട്ട് എഴുതുക. പിന്നെ ചോദ്യം, രണ്ട് സബ് ടോപ്പിക്കുകൾ നമുക്ക് ഒരുമിച്ച് പറയാൻ പറ്റുമോ? അതിനൊരു വേറെ ലാർജർ ഹെഡ് ഉണ്ടോ? ഇത് അഗെയിൻ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാം നമുക്ക് അറിവുണ്ടാവുമ്പോഴാണ്. അതായത് നമ്മൾ വായിച്ചു കഴിഞ്ഞ് നമുക്ക് ഈ ഏരിയയിൽ കുറച്ച് നോളേജ് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ഇഷ്യൂവിന് ഇത്ര പോയിന്റ്സ് ഈ ഇഷ്യൂസിനുണ്ട്, അല്ലെങ്കിൽ ഈ ഇഷ്യൂസിന്റെ ഈ 2 പോയിന്റ്സുകൾ നമുക്ക് ഒരുമിച്ച് പറഞ്ഞാൽ മതി, ഇത് കാരണം ഇത് ഒരേ നേച്ചർ ഉള്ളതാണ് എന്നൊക്കെ നമുക്ക് നോളേജ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അതിനാണ് നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് വായിക്കണം എന്ന് പറഞ്ഞത്. വായനയും റിസർച്ചും അങ്ങനെ നമുക്ക് ഒരിക്കലും വായനയും റൈറ്റിങ്ങിനെയും നമുക്ക് രണ്ടായി കാണാൻ പറ്റില്ല. ഇത് ഒരുമിച്ച് പോകുന്ന സാധനം. നമ്മൾ വായിക്കുമ്പോഴാണ് നമുക്ക് അറിവുണ്ടാകുമ്പോഴാണ് നമ്മൾ എഴുതുമ്പോഴാണ് നമുക്ക് കൂടുതൽ സംശയം ഉണ്ടാവുക. അപ്പൊ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ നമ്മൾ വീണ്ടും കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ എഴുതിയ സാധനങ്ങൾ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യും. അപ്പൊ ഇതൊരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് എൻ ഓൺ ഗോയിങ് പ്രോസസ് ലൈക്ക് ദാറ്റ്. അപ്പം അങ്ങനെ ഒരു റൈറ്റിംഗ് ശീലം ഉണ്ടാക്കാം. എനിക്ക് വന്നിട്ട് ഇന്ന കാര്യങ്ങൾ എഴുതുന്നു പറയാൻ പറ്റില്ല. പക്ഷെ ഫോർമാറ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം ഒരു സ്റ്റോറി പോലെ നമ്മൾ പറയുമായിരിക്കും. ആദ്യം ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവണം, ഒരു എൻഡിങ് ഉണ്ടാവണം. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളൊരു ഓവർവ്യൂ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. കൺക്ലൂഷനിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താന്ന് വീണ്ടും പറയാം, റിപ്പീറ്റ് ചെയ്യാം. ഇതിന്റെ നടുവിൽ ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ സാധനത്തിന്റെ ഫസ്റ്റ് സെന്റൻസ് എടുക്കുക. ഫസ്റ്റ് സെന്റൻസ് ഞാൻ ഫസ്റ്റ് പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ചിലപ്പോൾ എൻ്റെ ഫസ്റ്റ് സെന്റൻസ് എനിക്ക് 3-4 പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യണം, കുഴപ്പമില്ല, എക്സ്പ്ലെയിൻ ചെയ്തോ. ഐഡിയ ഇസ് ദാറ്റ് ഒരു പാരഗ്രാഫിൽ ഒരു സെന്റൻസ്, ഒരു സെന്റൻസ് അല്ല, ഒരു ഐഡിയ, ഒരു പാരഗ്രാഫിൽ ഒരു ഐഡിയ, അടുത്ത പാരഗ്രാഫിൽ അടുത്ത എഴുതിയ. അപ്പൊ നമുക്ക് ഒരു ടിപ്പിക്കൽ പാരഗ്രാഫ് ഇങ്ങനെ ഇതിപ്പം ആർക്കും അളന്നു മുറിച്ച് പറയാൻ പറ്റില്ല. ഒരു പാരഗ്രാഫിൽ ഇത്ര വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഇത്ര സെന്റൻസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ആർക്കും പറയാൻ പറ്റില്ല.
അത് കുറച്ചും കൂടെ നമ്മൾ ചെയ്ത് വെച്ച് ഇരിക്കുന്നതാണ്. പക്ഷെ എന്നാലും ടിപ്പിക്കലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ നമ്മുടെ മുന്നിലുള്ള ഡോക്യുമെന്റ് നോക്കിയാൽ മതി. നമ്മുടെ മുന്നിലുള്ള ഡോക്യുമെന്റിൽ ഒരുപാട് മൾട്ടിപ്പിൾ പാരഗ്രാഫ്സ് ഉണ്ട്. പക്ഷെ ഈ പാരഗ്രാഫ്സ് എല്ലാം ചെറിയ ചെറിയ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പാരഗ്രാഫ്സ് ആണ്. ഇപ്പൊ താഴെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മേ ബി 3-4 സെന്റൻസസ് മാത്രമുള്ള ഒരു കണ്ടന്റാണ് ഈ പാരഗ്രാഫിൽ ഇരിക്കുന്നത്. അപ്പം ഐഡിയ ഇസ് ദാറ്റ് പാരഗ്രാഫ് വലുതാവും ചെറുതാവുന്നല്ല, ഒരുപാട് വലുതാവാൻ പാടില്ല പാരഗ്രാഫ്, ബിക്കോസ് മൾട്ടിപ്പിൾ ഐഡിയാസ് ഉള്ളതായിരിക്കും അങ്ങനെ വരുന്നത്. എപ്പോഴും ഒരു 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 സേഫ് ഗെയിം എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 5-6 സെന്റൻസസ് ഒരു പാരഗ്രാഫിൽ ആഡ് ചെയ്യുക. ബട്ട് ദി ഐഡിയ ഇസ് ദാറ്റ് നിർബന്ധമായിട്ട് ഓർക്കുക, നിങ്ങൾ 5-6 സെന്റൻസ് എന്ന് പറയുമ്പം ഐഡിയാസ്, ഒരു ഐഡിയ ആണോ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ ഈ സെന്റൻസ് മൊത്തം പറയുന്നത് എന്നാണ്. അപ്പം അങ്ങനെ പാരഗ്രാഫ് ചെയ്യാം. ഇത് എഴുതുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ പറയുന്ന എല്ലാ സാധനത്തിനും സൈറ്റേഷൻ കൊടുക്കണം. സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് ഈ കണ്ടന്റ് പറയുന്നത്, നിങ്ങൾക്ക് എവിടെ നിന്ന് ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി, നിങ്ങൾ ആരെങ്കിലും ഇതിന് മുന്നേ ഇത് പറഞ്ഞിട്ടുണ്ടോ, വേറെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പേഴ്സൺ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ. ലീഗൽ റിസർച്ച് നടത്തുമ്പോഴാണെങ്കിലും ശരി, നമ്മുടെ മെമ്മോറിയൽ എഴുതുകയാണെങ്കിലും ശരി, സൈറ്റേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിങ്ങളുടെ മുന്നിലുള്ള സ്ക്രീനിലുള്ള ഡോക്യുമെന്റ് കണ്ടാൽ തന്നെ അറിയാം, ഇതിൽ തന്നെ ഒരുപാട് സൈറ്റേഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പം ഈ പറയുന്ന 9th പാരഗ്രാഫിൽ തന്നെ ലാസ്റ്റ് സെന്റൻസിൽ 3-4-70 എന്ന് പറഞ്ഞ സൈറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സൈറ്റേഷൻസ് നമ്മൾ സാധാരണ ചെയ്യാറ് എവിടെ നിന്നാണ് നിങ്ങൾ ഈ സോഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്, ഈ പറയുന്ന സാധനത്തിന്റെ സോഴ്സ് എവിടെയെന്നാണ് സൈറ്റേഷൻ ഡീൽ ചെയ്യുന്നത്. ഇപ്പൊ ഈ സോഴ്സ് എവിടെയാണെന്നുള്ളത് ചിലപ്പോൾ അതൊരു ആർട്ടിക്കിൾ ആവാം, നമ്മൾ വായിച്ച ആർട്ടിക്കിൾ ആവാം, അല്ലെങ്കിൽ നമ്മൾ വായിച്ച പുസ്തകമാവാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഏതെങ്കിലും ഏതെങ്കിലും കോടതിയിൽ കേസിൽ പറഞ്ഞതാവാം, ഇനി ഏതെങ്കിലും ആക്ടിൽ പറഞ്ഞിരിക്കാം. ഇതൊക്കെയാണ് ഇതിന്റെ സോഴ്സ്. അപ്പം ഞാൻ ഇതിന് മുന്നേ ഒരു സെഷൻ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 2 തരത്തിലുള്ള സോഴ്സാണ് ഉള്ളത്, പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും. പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ആർട്ടിക്കിളുകൾ, അതേപോലെ തന്നെ നമ്മുടെ ഈ ആക്ട്സ്, അതേപോലെ നമ്മുടെ കേസ് ലോസ് ഒക്കെയാണ് നമ്മുടെ പ്രൈമറി സോഴ്സ്. സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഇഷ്യൂവിന്റെ മുകളിൽ ആരെങ്കിലും എഴുതിയ കണ്ടന്റ്, അതായത് ജേർണൽ ആർട്ടിക്കിളുകൾസ് പറയില്ല, ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് ചിലപ്പോൾ നമ്മളടുത്ത് ലോ കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉണ്ടാകാം, കേസ് കമന്ററീസ് ഒക്കെ കാണാം, അതൊക്കെ സെക്കൻഡറി സോഴ്സ് ആണ്. നമ്മൾ സൈറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്ന സാധനങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ അതിന് സൈറ്റേഷൻ കൊടുക്കണം. നിങ്ങളിത് എവിടുന്നാ പറയുന്നത്, ഇത് ഞാൻ പറയുന്നതല്ല, ഇതിന് വേറൊരാൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഇതിന് അതോറിറ്റി കൊടുക്കുന്നതാണ് ഈ സൈറ്റേഷൻ. സൈറ്റേഷൻ തന്നെ നമ്മൾ പല രീതിയിൽ നമ്മൾ സൈറ്റ് ചെയ്യാം. സൈറ്റേഷൻ ഫോർമാറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അതിന് ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയാണ് പബ്ലിഷ് ചെയ്യുന്നത്, ഏത് ആർട്ടിക്കിളാണ് ജേർണലാണ് പബ്ലിഷ് ചെയ്യുന്നത്, അവിടെയെല്ലാം സൈറ്റേഷൻ നിർബന്ധമാണ്. അപ്പം അവർ പറയും ഞങ്ങൾക്ക് ഈ ഫോർമാറ്റ് സൈറ്റേഷൻ വേണം. ചിക്കാഗോ ഫോർമാറ്റ് ഉണ്ട്, ബ്ലൂ ബുക്ക് ഫോർമാറ്റ് ഉണ്ട്, ഓക്സ്ഫോർഡ് ഫോർമാറ്റ് ഉണ്ട്. അപ്പം നമ്മൾ APL അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫോർമാറ്റുകൾ ഉണ്ട്. ഈ ഫോർമാറ്റുകൾ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇത് ബേസിക്കലി ഒരു ഗൈഡ് ബുക്ക് പോലെയാണ്. അപ്പൊ അവർ പറയുന്നത് നിങ്ങൾ എങ്ങനെ സൈറ്റ് ചെയ്യണം. സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ, സൈറ്റേഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ താഴെ നിങ്ങൾ കാണുന്ന ഇതൊരു സൈറ്റേഷൻ. അപ്പൊ നമ്മൾ 17 നേരത്തെ കണ്ടത്. അപ്പൊ അത് ആക്ടിന് ഇതൊരു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ മാർക്കറ്റ് സ്റ്റഡി ഓൺ എക്കണോമിക്സ് കീ ഒബ്സർവേഷൻ ആൻഡ് ഫൈൻഡിങ്സ് 2020 കോമ്പറ്റീഷൻ കമ്മീഷന്റെ ഒരു ഡോക്യുമെന്റ് ആണ് സൈറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതെല്ലാം നമ്മൾ ബുക്കാണ് സൈറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇതൊക്കെ കേസസ് ഒക്കെയാണ് സൈറ്റ് ചെയ്തിരിക്കുന്നത്, പുസ്തകമൊക്കെയാണ് സൈറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ, നമ്മൾ സാധാരണ ഏത് ബുക്കിൽ നിന്നാണ് എടുത്തതെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ സാധാരണ എന്തായാലും ഉണ്ടാവേണ്ട ഒരു കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ പുസ്തകത്തിന്റെ പേര്, പുസ്തകം എഴുതിയ ഓഥറിന്റെ പേര്, പുസ്തകത്തിന് ഏത് എഡിഷൻ ആണിത്, അത് പബ്ലിഷ് ചെയ്ത പബ്ലിഷർ ആരാണ്, ഏത് ഇയറിൽ പബ്ലിഷ് ചെയ്തതാണ്, ഏത് പേജ് നമ്പറിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കണ്ടന്റിനെയാണ് നമ്മൾ സൈറ്റേഷൻ ചെയ്യുന്ന പറയുന്നത്. അപ്പം നമ്മൾ സാധാരണ വായിക്കുന്ന സമയത്ത് നമ്മൾ നോക്കി വെക്കണം, നമുക്ക് ഈ ഐഡിയ എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഞാനൊരു ആർട്ടിക്കിളിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണെങ്കിലോ, ഞാൻ എൻ്റെ മെമ്മോറിയലിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റ് ആണെങ്കിലോ, ഞാൻ എവിടെ നിന്ന് വായിച്ചിട്ടാണല്ലോ ഇവിടെ കിട്ടുന്നത്, ആ വായിച്ച സ്ഥലമാണ് സൈറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഫോർമാറ്റുകൾ പല രീതിയിലാണ് സൈറ്റേഷൻ ഫോർമാറ്റുകൾ ഉണ്ടാകുന്നത്.
നമ്മളോട് നോർമലി ഓസ്കോള, ഓക്സ്ഫോർഡിന്റെ സൈറ്റേഷൻ ഫോർമാറ്റിന് നമ്മൾ ഓസ്കോള പറയും. ബ്ലൂ ബുക്ക് ഉണ്ട്, ഓസ്കോള ഉണ്ട്, അതേപോലെ ഷിക്കാഗോ ഉണ്ട്, അങ്ങനെ ഒരുപാട് ടൈപ്പ് സൈറ്റേഷൻ ഫോർമാറ്റുകൾ ഉണ്ട്. ഓരോ ഫോർമാറ്റുകളിലും പറയുന്നുണ്ട് പേര് എഴുതിയിട്ട്, ഓതറിന്റെ പേര് എഴുതിയിട്ട് വേണം പുസ്തകത്തിന്റെ പേര് എഴുതാൻ. പുസ്തകത്തിന്റെ പേര് ആദ്യം എഴുതണം, ഓതറിന്റെ പേര് എവിടെ എഴുതണം, ഓതറിന്റെ ഫസ്റ്റ് നെയിം ആദ്യം എഴുതണം, ഓതറിന്റെ സെക്കൻഡ് നെയിം ആദ്യം എഴുതണം, അങ്ങനെ ഭയങ്കര ടെക്നിക്കൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ സൈറ്റേഷനിൽ കിടക്കുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ അങ്ങനെ നമ്മളത് ജനറേറ്റ് ചെയ്ത് നമ്മളത് അങ്ങനെ എഴുതുന്നതാണ് സൈറ്റേഷൻ പറയുന്നത്. അപ്പോൾ ഈ സൈറ്റേഷൻ ചെയ്യാൻ തന്നെ നമുക്ക് കയ്യിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിവൈസ് ഉണ്ട്. നമ്മൾ സാധാരണ സൊറ്റാരോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, നമുക്ക് ഓൺലൈനിൽ മെന്റ്ലി സൊറ്റാരോ എന്നൊക്കെ പറഞ്ഞിട്ട് ആപ്പുകളുണ്ട്. ഈ ആപ്പുകളിലൊക്കെ വെച്ച് നമുക്ക് സൈറ്റേഷൻ മാനേജ് ചെയ്യാം. ഇതല്ലാണ്ട് നമുക്ക് ക്വിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് ആണത്. സൈറ്റ് ദിസ് ഫോർ മീ എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലേ? സൈറ്റ് ദിസ് ഫോർ മീ എന്നാണ് ഈ വെബ്സൈറ്റിന്റെ പേര്. അപ്പൊ ഈ വെബ്സൈറ്റിൽ ആക്ച്വലി നിങ്ങൾ ഫസ്റ്റ് കാണുന്ന ക്രിയേറ്റ് സൈറ്റേഷൻ എന്നുണ്ടല്ലോ, ഈ ക്രിയേറ്റ് സൈറ്റേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ നമ്മൾ ഏത് ആർട്ടിക്കിളിനെയാണ് നമുക്ക് വേണ്ടത്, ഏത് വെബ്സൈറ്റ് ആണോ പുസ്തകമാണോ എന്താന്ന് ചോദിച്ചിട്ട് നമുക്ക് ബുക്ക് എടുക്കാന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ബുക്കാണ് സൈറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ബുക്കിന്റെ തോമസ് പിക്കറ്റിയുടെ വേണ്ട, ഞാനിപ്പം ഒരു പുസ്തകം പറഞ്ഞേ, Providence of Jurisprudence Defined. നമ്മുടെ Jurisprudence Defined എന്നുള്ള പുസ്തകമാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഇപ്പം ബുക്ക് കിട്ടുവാണെങ്കിൽ മേ ബി ഇത് Province of Jurisprudence Defined. സെർച്ച് ചെയ്തു, we couldn't find any. വേറെ ഒരു ബുക്ക് പറഞ്ഞിടാ റാൻഡംലി. some book, some random name of a book. Indian Constitution. Searching Indian Constitution. So ഇതിപ്പോ ആരുടേതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പൊ നമ്മൾ whoever you want, I'm just randomly making a സെലക്ഷൻ ഇയർ. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഇതിൽ നമ്മൾ ആ ബുക്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സൈറ്റേഷൻ ജനറേറ്റ് ചെയ്യപ്പെടും. നമുക്ക് ഇതിപ്പോ നമ്മൾ എന്താണ് നിങ്ങൾക്ക് സൈറ്റ് ചെയ്യേണ്ടത്, മൊത്തം പുസ്തകം നിങ്ങൾക്ക് സൈറ്റ് ചെയ്യണോ, ഏത് ചാപ്റ്റർ ആണോ സൈറ്റ് ചെയ്യേണ്ടത്, അപ്പം നമ്മൾ എന്താണ് സൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് റാൻഡം ആയിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി ഏത് പേജ് വേണം, ഏത് മൊത്തം, ഞാൻ നേരത്തെ മൊത്തം വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇതിങ്ങനെ പേജസ് വന്നിരിക്കുന്നത്. പേജസ് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻപുട്സും ഡീറ്റെയിൽസും എല്ലാം കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് സൈറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് വന്നാൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് സൈറ്റേഷൻസ് ഫോർ അസ്. ഇതല്ലാണ്ട് തന്നെ നമുക്ക് സൈറ്റേഷൻ ജനറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ്, നമുക്ക് ഫ്രീ സൈറ്റേഷൻ ജനറേഷൻ ഓപ്ഷൻസും നമുക്ക് ഇതിന്റെ കൂടെ ഉണ്ട്. ഇതല്ലാണ്ട് നമുക്ക് സൊറ്റാരോ ഉണ്ട്, മെന്റലി പോലുള്ള ആപ്പുകളുണ്ട്. അപ്പം അത് നമ്മളൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് മാനുവലി ഈ സൈറ്റേഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന സൈറ്റേഷൻ ഫോർമാറ്റ് നോക്കി ഓരോ സൈറ്റേഷനും എടുത്തിട്ട് അങ്ങനെ ഫോർമാറ്റ് ചെയ്ത് വിടാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇറ്റ് ഇസ് മോർ ഈസിയർ ഫോർ us ടു സൈറ്റ് ദിസ് റാൻഡംലി. അപ്പം ഈ സൈറ്റേഷനും കൂടെ ചെയ്ത് കഴിയുമ്പോഴാണ് ഈ എല്ലാ സാധനങ്ങളും പ്രോപ്പറായിട്ട് സൈറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു പ്രോപ്പർ ലീഗൽ റിസർച്ചിന്റെ മറ്റീരിയൽ വരുന്നത്. അപ്പം എല്ലാ പേജസിലും നോർമലി സൈറ്റേഷൻ വരും. ഈ സൈറ്റേഷന് റെലവന്റ് ആയിട്ടുള്ള സൈറ്റേഷൻസ് നമ്മൾ നടത്തുന്ന സൈറ്റേഷൻ എന്താണെന്നും ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ സൈറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ എന്താണെന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രാഫ്റ്റിങ്ങിന്റെ ഒരു ബേസിക് സ്റ്റെപ്പ് തീരും. നമ്മൾ മെമ്മോറിയലിൽ പോവുകയാണെങ്കിൽ ഇതിന് ശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീവ് എന്ന് പറയുന്നത് ഈ ഞാൻ സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം, ചുമ്മാ ജസ്റ്റ് റാൻഡംലി ഇത്രയും സാധനങ്ങൾ, ഇതൊക്കെ ഇഷ്യൂസ്. ഇതിപ്പോ സെക്കൻഡ് ഇഷ്യൂ എത്തി ഇവിടെ നിന്ന്. അപ്പൊ ഇത്രയും ഒരു ഇഷ്യൂ തന്നെ പല പേജസിലാണ്, നമ്മൾ പല സബ് ടോപ്പിക്സിൽ വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നത്. ചിലപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ എന്താണ് ഇഷ്യൂ എന്നനുസരിച്ച് നമുക്ക് ചിലപ്പോൾ കൂടുതലായിട്ടുള്ള കണ്ടന്റുകൾ ആവശ്യം വരും. അപ്പൊ ഇതെല്ലാം റെലവെന്റ് ആയിട്ട് നമുക്ക് കവർ ചെയ്യേണ്ടതാണ്. അപ്പൊ ലാസ്റ്റ് എല്ലാം നമ്മുടെ
ബേസിക് ആയിട്ടുള്ള എല്ലാ ആർഗ്യുമെന്റ്സും കഴിഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ഒരു എസ്പെഷ്യൽ മെമ്മോറിയൽ വരുന്ന സാധനത്തിനാണ് നമ്മൾ പ്രെയർ എന്ന് പറയുന്നത്. പ്രെയർ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കോടതിയിൽ നിന്ന് ആവശ്യം, വാട്ട് ഡു യു വാണ്ട്, കോടതി എന്ത് ഓർഡർ തരണം, എന്ത് രീതിയിലാണ് ഇതിനെ ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ പ്രെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രെയറും വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സാധാരണ ഡ്രാഫ്റ്റ് കേസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കോടതികൾ ഓഫൺ നമ്മളോട് പ്രെയറിന്റെ ബേസിൽ ചോദ്യം ചോദിക്കും. അപ്പം നമ്മൾ ചെയ്ത ആർഗ്യുമെന്റ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സാധനവും നമ്മുടെ ഇഷ്യൂവും നമ്മുടെ പ്രെയറും കണക്റ്റഡ് ആയിരിക്കണം. നമ്മുടെ ഇഷ്യൂവിനെ കുറിച്ച് ഞാൻ ആർഗ്യൂ ചെയ്തിട്ട് കോടതി ഒരു ഓക്കെ ഇതൊക്കെ പറഞ്ഞു സോ വാട്ട്, ആ സോ വാട്ടിന്റെ ആൻസർ ആയിരിക്കണം പ്രെയർ. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവരരുത്. നമ്മുടെ ആർഗ്യുമെന്റ്സിന്റെ മൊത്തം കമ്പൈലേഷൻ ആയിരിക്കണം നമ്മൾ ലാസ്റ്റ് കൊണ്ടുവരുന്ന പ്രെയർ. അപ്പം ഈ പ്രെയറും കൂടെ കഴിഞ്ഞ ഒരു മെമ്മോറിയലിന്റെ ജനറൽ നേച്ചർ കഴിഞ്ഞു. ഇപ്പൊ ഈ പ്രെയറിനെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ജേർണൽ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന കൺക്ലൂഷനുമായിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാം. ഇത്രയാണ് നമ്മൾ റൈറ്റിങ്ങിന്റെ ജനറൽ, ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ്. ഓരോന്ന് എഴുതുന്നതിനും അതിൻ്റെ ടെക്നിക്സും ട്രിക്സും ടിപ്സും ഒക്കെ ഉണ്ട്. അറ്റ് സം പോയിന്റ് ഓഫ് ടൈം നമുക്കത് ഡിസ്കസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ കുറേ പേര് ഫസ്റ്റ് ഇയേഴ്സും ആണ്, ഒരു മിക്സ് ക്രൗഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബേസിക് ആയിട്ട് ഇതിനെ കവർ ചെയ്തു പോയത്. ഇഫ് യു ഡു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, എന്തെങ്കിലും ചോദിക്കാനോ ഏതെങ്കിലും ഏരിയാസോ നോക്കണം എന്നുള്ളതുണ്ടോ? ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത് പോകുന്നതാണ്. അല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും മാമിനോട് ചോദിച്ച് ക്ലാരിഫൈ ചെയ്ത് പോകാവുന്നതാണ്. If there are no questions, we can wind up the session. നിങ്ങൾ എപ്പോഴെങ്കിലും എഴുതുന്ന സമയത്ത് ആരെങ്കിലും if you have questions, you can reach out to your organizers. They can put me in touch with you. Otherwise, questions ഇല്ലെങ്കിൽ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. യെസ് മാം, കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സോ അപ്പോൾ ഇന്ന് നമ്മൾക്ക് ക്ലാസ് എടുക്കുന്നതിനായിട്ട് ജോയിൻ ചെയ്തത് റാനിയൽ മാം ആണ്. മാം ഇതിനു മുന്നേയും നമുക്ക് ലീഗൽ റിസോഴ്സിനെ പറ്റി ക്ലാസ്സുകൾ എടുത്തു വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴൊക്കെ വിളിക്കുന്നു അപ്പോഴൊക്കെ ഒരു മടിയും കൂടാതെ നമുക്ക് വന്നിട്ട് വളരെയധികം നന്നായിട്ട് ക്ലാസ് എടുത്ത് തരുന്ന മാമിന് എന്റെ പേരിലും SFI GLCKയുടെ പേരിലും ജോസഫ് സ്റ്റാലിൻ സ്റ്റഡി സർക്കിളിന്റെ പേരിലും നന്ദി അറിയിച്ചു പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു സെഷൻ വളരെയധികം യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിച്ച് എല്ലാവരോടും കേറിയത് താങ്ക് യു പറയുന്നു. പിന്നെ മാമിനോട് മാമിന്റെ ഫ്യൂച്ചർ കരിയർ എന്തെങ്കിലും എക്സാം ഒക്കെ എഴുതി റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പോലെ തന്നെയുള്ള ഒരു റിസൾട്ട് കിട്ടട്ടെ എന്നും വിഷ് ചെയ്യുകയാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അങ്ങനെ കുത്തി പറയുന്നത് അല്ല, ഇതോടെ ഒരു ഇൻഫർമേഷൻ കിട്ടി. മാം ഇതോടെ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന്. അപ്പോ മാമിന് ഒരു വിഷ് തരാമെന്ന്. Thank you so much. Thank you so much for this opportunity. Please keep in touch if you have any questions. Thank you. Okay, thank you, ma'am.